بسم الله الرحمن الرحيم قل هو الله آمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين. എത്ര ബൈത്തായി നമ്മൾ لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهم. ഇതാണ് അവസാനം കഴിഞ്ഞ ബൈറ്റ്. അതിൻ്റെ ബാക്കിയാണ് നീ ചെയ്യാറുള്ളത്. അപ്പം എത്ര ബൈത്തായി? 160 ബൈറ്റാണ്. ബൈറ്റാ. എത്ര ബൈത്തായി? لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهم. أحياء الورى فهم معناه فليس يرى في القرب والبعد فيه غير منفهم. كالشمس تظهر للعينين من بعد صغيرة وتكل الطرف من أمام. وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. وكل آية أتى رسل الكرام بها فإنما اتصلت من نوره بهم. فإنه شمس فضل كواكبها أن أنوارها للناس في الظلام. أكرم بخلق النبي إنسانه خلق بالحسن مشتمل بالبت متسم. مولاي صل وسلم دائما أبدا على حبيبك خير. എത്രാമത്തെ ബൈത്താന്യ വച്ചില്ല കഴിഞ്ഞ്? ഇനി 48ആണ്. 160 ബൈത്താണ്. 160 ബൈത്താണ്. എന്ത്? ബുർദ. മറന്നഹത അദബാത്തിൽ ബാനിരി ഹുസബ ഫഅത്രബൽ ഈസ ഹാദിൽ ഈസ ബിൻ നിഗമി എന്ന വരിയോട് കൂടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് മഹാന്മാർ പിന്നീട് ചേർത്ത് കൊടുത്തതാണ്. അതാണ് 160 വരി. അതാണ് അബിയാത്വ ഖദ് അത്തത്ത് സിത്തീന മഅമിയത്തി. 160 വരി ഇതിലാണ്. ഏത്? അബി ബക്കറിൻ വഅൻ പിന്നീട് ചേർത്തതാണ്. സഅദിൻ അതും പിന്നെ യാ റബ്ബി ബിൽ മുസ്തഫ പിന്നെ അതിലേക്ക് ചേർത്ത വേറെയും കുറച്ച് ബൈത്തുകളുണ്ട്. അതൊക്കെ പിന്നീട് ചേർത്ത് കൊടുത്തതാണ്. അതിൻ്റെ അവസാനം എൻ്റെ റസൂലുള്ളാഹിക്കും പിന്നെ സ്വഹാബത്താലിനും സലാത്തിന് ശേഷമുള്ള ഒരൊറ്റ വരിയും അവരോട് ബുർദ അവസാനിക്കും. അത് 160. പിന്നെ 160 ചില്ലാനുണ്ടെങ്കിൽ 160ആണ് അതിൻ്റെ അസ്ല്. ഇത് 48ആണ്. 48 നമ്മളിപ്പോൾ എത്ര തീർന്ന്? 1/3 ഭാഗം എന്നാണ്
പറയാ. അയൽ വറാ ഫഹ്മു മഅനാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകിൽ الطرف من أمامه فيدرك في دنيا حقيقته قوم نيام دسل لو عنه بالحلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم وكل عينات رسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس ظل هم كواكبها يظهرن أنوارها للناس في الظلم أكرم بخلق النبي إنسانه خلق بالحسن مشتمل بالبشر متسم أعيا الورى സൃഷ്ടികളെല്ലാം അശക്തരായി പോയിട്ടുണ്ട്. ഫഹുമു മഅനാഹു പുണ്യ റസൂലുള്ളാഹിയുടെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഫലൈസ യുറാ കാണപ്പെടുകയേ ഇല്ല. ഫിൽ ഖുർബി അടുത്തിട്ടും വൽ ബുഅദി അകന്നിട്ടും ഫീഹി നബിയുടെ കാര്യത്തിൽ ഗൈറു മുൻഫഹിമിൻ അശക്തരയല്ലാതെ. അല്ലാഹു റസൂലിനെ ഒരാൾക്ക് അന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ്. അള്ളാഹു റസൂലിനെ ഈ ലോകത്തൊരാൾക്ക് മനസ്സിലായിട്ടില്ല. മാ അറഫ മുഹമ്മദൻ ഇല്ലല്ലാഹ്, മുഹമ്മദിനെ അല്ലാത്തൊരാൾക്ക് അറിയൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയില്ലല്ലോ, നമുക്ക് അറിയുന്നല്ലോ റസൂലുള്ളാഹിനെ, നമുക്ക് ഹബീബ റസൂലുള്ളാഹിനെ അറിയേയില്ല. നമ്മൾ ഈ ബാഹ്യമായ കാര്യം വെച്ച് റസൂലുള്ളാഹിനെ വ്യാഖ്യാനിച്ചാൽ അത് നമുക്ക് മനസ്സിലാവില്ല. കാരണം 950 കൊല്ലം ഹബീബ് സയ്യിദ്ന നൂഹ് നബി ഹബീബ നബിയോ 61-ാമത്തെ വയസ്സിൽ മക്ക ഫതഹായി. പിന്നെയുള്ളത് ഉസ്വത്തല്ല സരിയ്യത്താണ് കൂടുതലും. പിന്നുള്ള 2 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു തംരീൻ, ഒരു പരിശീലന. അപ്പോൾ 53-ാമത്തെ വയസ്സിലാണ് ഒരു സ്വതന്ത്രമായ നിലപാടിൽ വരുന്നത്. 8 കൊല്ലം കൊണ്ട് ഈ ലോകത്ത് വേണം ഇസ്ലാം എത്തിച്ച റസൂൽ ഫത്തായി. 8 കൊല്ലം. അതെത്താത്ത ഒരു നാടില്ല, അത് അറിയാത്തൊരു ജനതല്ല. അള്ളാന്റെ ഹബീബിനെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അംഗീകരിക്കാത്ത ഒരു സമൂഹമല്ല. 8 കൊല്ലാണ് സ്വതന്ത്രമായ ദഅവത്ത്. പിന്നെയുള്ള 62-63 ഹബീബ റസൂൽ വഫാത്തായി. 61 മക്ക ഫതഹായി. ഹിജ്റ 8-ാം വർഷം. ഹിജ്റയിൽ വരുമ്പോഴാണല്ലോ എന്ത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മക്ക എന്ന ആ ഒരു ഹബ്സിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുന്നത് 53-ാമത്തെ വയസ്സിലാണ്. പിന്നെയാണ് നിയമങ്ങളെല്ലാം വന്നത്. മക്കയിൽ നിന്ന് വരുമ്പോൾ ജുമാ പോയിട്ട് ജമാഅത്ത് പോലുമില്ല, നോമ്പില്ല, വ്യവസ്ഥാപിതമായ സക്കാത്തില്ല, ഒന്നുമില്ല. മക്കയിൽ നിന്ന് വരുമ്പോൾ നിയമങ്ങളൊന്നും വന്നിട്ടേ ഇല്ല, ഒരു നിയമമില്ല. ഇസ്ലാമിന്റെ കോടാനക്കോടി നിയമങ്ങൾ ഈ 8 കൊല്ലത്തിനുള്ളിൽ ലോകത്തിന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. 8 കൊല്ലത്തിനുള്ളിൽ നിയമം മുഴുവനും ഈ 8 കൊല്ലത്തിനുള്ളിൽ പഠിപ്പിച്ച് ലോകം മുഴുവനും ഈ സന്ദേശം എത്തിച്ച് ഒരു ജനത മുഴുവനും യഅസൂബിനെ തേനീച്ചകൾ പിൻപറ്റുന്നത് പോലെ പിന്തുടർന്ന് എപ്പോഴെന്താ അവിടേക്കാണ് ജനം വന്ന് കയറി ചെല്ല ചെയ്തത്. ഇന്നും ലോകത്തിന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റാൻ കഴിയില്ല. എല്ലാവരും ആ ചിന്തയുടെയും ആ പ്രവർത്തനത്തിന്റെയും കൂടെ. അപ്പോൾ നോക്കിൽ ഇതെന്താണ് ഇതിന്റെ അത്ഭുതം? നമുക്ക് കാലം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്താണ് സംഭവം അറിയൂല, നമുക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാവില്ല. പറഞ്ഞ മാ സിവല്ലാഹ്,
അള്ളാഹ് അല്ലാത്ത എല്ലാവർക്കും പറയുന്നതാണ് എന്ത്? വറ. ഖൽഖ് സൃഷ്ടികൾക്കാണ് എന്ത് പറയാ? വറ. സൃഷ്ടിജാലങ്ങൾ മുഴുവനും അശക്തരായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കാൻ സൃഷ്ടിജാലങ്ങളിൽ സൃഷ്ടി വിഭാഗത്തിൽ ബുദ്ധിയുള്ള വിഭാഗം 3 സൃഷ്ടി വിഭാഗത്തിൽ ബുദ്ധിയുടെ കൈകാര്യമുള്ള ജനത 3. ഒന്ന് ജിന്ന്, ഒന്ന് ഇൻസ്, ഒന്ന് ജിന്ന്, ഒന്ന് മലക്ക്. മൂന്നാമത്തെ ഒരു വിഭാഗത്തിന് ബഹത്തിന്റെ ഇൽമില്ല. ബഹത്ത് എന്നാൽ ഒരു കാര്യത്തെ ചർച്ചയായിട്ട് പിന്നാലെ കൂടിയിട്ട് കൂലങ്കഷമായി ചിന്തിച്ച് പഠിക്കുക, ഇതാണ് ബഹത്ത്. ഇത് മൂന്നാമത്തെ ഒരു വിഭാഗത്തിന് ഇല്ല. മൃഗങ്ങൾക്കൊരു ബുദ്ധിയില്ലേ? ഉണ്ട്. അത് ജൽബുൽ മനാഫിഅ ദഫഉൽ മളാർ എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതായത് അവയുടെ സാന്ദർഭികമായ ഇര നടക്കണം, അവയുടെ ശല്യങ്ങളിൽ നിന്ന് അവക്ക് രക്ഷപ്പെടണം. ഇതല്ലാത്ത ഒരു മൃഗത്തിന് ഒരു ബോധമല്ല. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പോഴത്തെ മംഫഅത്ത് നടക്കണം, അതിന്റെ ഉപകാര താല്പര്യങ്ങൾ. അതിന് വിശന്നാൽ അതിന് ഭക്ഷണം കഴിക്കണം, അതിന് മേധസ് എന്നാൽ അതിന് ലൈംഗിക പ്രവർത്തനം ചെയ്യണം, അതിന് സമയാസമയങ്ങളിൽ കാഷ്ടിക്കണം, സമയാസമയങ്ങളിൽ വെള്ളം കുടിക്കണം, പിന്നെ ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കണം. ഇതല്ലാത്ത ഒരു ചിന്ത ഒരു മൃഗത്തിനുമില്ല, ഒരു ബുദ്ധിയുമില്ല. ബുദ്ധിയുള്ള ജനത എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ 3 ഒന്ന് ഇൻസ്, ഒന്ന് ജിന്ന്, ഒന്ന് മലക്ക്. ഈ 3 വിഭാഗത്തിനും അള്ളാഹ് റസൂലിനെ അറിയില്ല. അതാണ് അതിലാണല്ലോ ഇപ്പൊ വലിയ വിഭാഗം. അള്ളാഹ് റസൂലിക്ക് അറിയേയില്ല, അറിയ തന്നെയല്ല. സൃഷ്ടിജാലങ്ങൾ അശക്തരായിരിക്കുന്നു. പുണ്യ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ നിങ്ങൾ ലോകം കണ്ട മഹാപണ്ഡിതനാണ് അലി. ലോകം കണ്ട മഹാപണ്ഡിതനാണ് അലി. ഒരു കാലി ഇങ്ങനെ ചവിട്ടിയിട്ട് ഒട്ടകത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് ഒരു കാലിങ്ങനെ എടുത്തു വെച്ച് അടുത്ത കാലി ഇങ്ങനെ വെക്കുമ്പോഴത്തേന് യഖ്തിമുൽ ഖുർആന മറത്തൻ വാഹിദ ബിതദബ്ബുരി മആനിഹി. മൊത്തം ഖുർആന്റെ മാനകളോട് കൂടി ഖുർആൻ ഹത്തം തീർത്ത ആളാണ് അലി. ഇത് ലോകത്തെ തർക്കമില്ലാത്ത സത്യമാണ്. ആർക്കൾക്ക് സുന്യർക്ക് സുന്യല്ലാത്തവരിവിടെ പരിഗണിച്ചില്ല. സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തർക്കമില്ല. ഏത് വിഷയത്തിൽ? സയ്യിദുന അലി എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ലോകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കവാടം ഹബീബ് സയ്യിദുന അലി തന്നെയാ. അലിയെ അലൈഹിസ്സലാം എന്ന് പറയുന്ന അനവധി ഇമാമിങ്ങൾ ഉണ്ട്, ഉലമാക്കൾ ഉണ്ട്. അലി അലൈഹിസ്സലാം എന്ന് പറഞ്ഞിരുന്ന ആളാണ് ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹ്. നബിയായിട്ടല്ല, അത്രയും ദർജയുള്ള ആളാണ് ആര്? സയ്യിദുന അലി. അലി എന്ന് പറയല്ലേ, സയ്യിദുന അലി എന്ന് പറയാൻ ഭയങ്കര ആളാണ്. കാന യഖാഫുഹു അബൂബക്കർ വഉമർ വഉസ്മാൻ. ഇവർക്കൊക്കെ ഈ മനുഷ്യനെ പേടിയാണ്. ആരെ? ഈ അലി റളിയല്ലാഹുവിനെ പേടിയാ, സിദ്ദീഖിനെ പേടിയാ, ഉമർ ഇബ്നുൽ ഖത്താബിനെ കുരുത്തക്കെട്ടിനെ പേടിയാ. ആരുടെ കുരുത്തക്കെട്? അലി എന്തേലും പറഞ്ഞാൽ പറ്റുമെന്ന് പേടിയാ. എല്ലാവർക്കും പേടിയാ. സിദ്ദീഖുൽ അക്ബറിനെ പേടിയാ. കാരണം ഇൽമിന്റെ ബഹ്റാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാല് ഒട്ടകത്തിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് അടുത്ത കാല് അപ്പുറത്ത് വെക്കുമ്പോഴത്തേന് യഖ്തിമുൽ ഖുർആന ബിതദബ്ബുരി മആനി. മഅനകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ അർത്ഥം തീർക്കും സയ്യിദുന അലി. അതെങ്ങനെയാണ് നമുക്ക് അറിയൂല, അത് എങ്ങനെയാണ് നമുക്ക് അറിയൂല, നമുക്കത് അറിയൂല. ഒരു ഉറുമ്പിന് ഈ റോട്ട് മലത്തിറങ്ങി രാവിലെ മുതൽ നടന്നാലും വൈകുന്നേരം ആയാലും അത് ചിലപ്പോൾ ഹൗളിന്റെ അവിടുന്ന് വിട്ടിറക്കൂല. ആ
ആ ഉറുമ്പിനോട് ഒരാൾ പറഞ്ഞ് റഹ്മത്തുള്ള കാസ്മി ചായയും കടയും കുടിച്ചിട്ടാണ് മൂത്തേട്ടന് വന്ന് ക്ലാസ്സിന് വരുന്നതെന്ന് പറഞ്ഞാൽ പോരാടോണാറിയാതെ ആ ഉറുപ്പ് മറ്റേ ഉറുമ്പിനോട് പറയുള്ളൂ. മനസ്സിലായില്ല? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? കാരണം ഉറുമ്പിന്റെ ഭാഷയിൽ ഏതോ വൻകരയിലാണ് മൂത്തേടം. നമ്മളൊക്കെ മനുഷ്യന്മാര് വെട്ടിയ വൻകരയാണ് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, അന്റാർട്ടിക്ക എന്നുള്ളത്. മനുഷ്യന്മാർ ഉറുമ്പിന്റെ വൻകര വേറെ ഇരിക്കും. അവർക്ക് ഓരോ പേരിന്റെ ഒരു വൻകരയിരിക്കും. അത് ഏതോ ആ വൻകരയിൽ നിന്ന് നേരം വെളുത്തിട്ട് ക്ലാസ്സിന് ചായ കുടിച്ചിട്ട് പുറപ്പെട്ട് ഇവിടെ എത്തിയിട്ട് കാസിമി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഉൾക്കൊള്ളാൻ ഈ ഉറുമ്പിന് കഴിയൂല. അത് റഹ്മത്തുള്ള അങ്ങനെ ആകാത്തതുകൊണ്ടല്ല, ഇത് ഉൾക്കൊള്ളുന്ന ഒരു ബുദ്ധി ആർക്കില്ലാത്തത് കൊണ്ടാണ്, ഉറുമ്പിനില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളോട് ഞാൻ എന്തിനാ പറഞ്ഞറിയോ? നിങ്ങളെ കൂട്ടത്തിലും ബേജാറുള്ളവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. മൂല്യറിയാൻ എന്റെ പേരാണ് ആ പൊട്ടൻ. നമ്മൾ ഒക്കെ പൊട്ടന്മാരാണ്. പൊട്ടൻ അല്ലാതെ വിശ്വസിച്ചവനാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിഡ്ഢി. ഈ കൂട്ടത്തിൽ ഒരാൾക്ക് തോന്നുന്നുണ്ട് ഞാൻ പൊട്ടനല്ല, തോന്നുന്നുണ്ടെങ്കിൽ ഓൻ വിഡ്ഢിയാണ്. ഓനൊന്നിനും പറ്റില്ല. ഓന്റെ കൽബിൻ്റെ ഉള്ളിൽ ഈമാന്റെ കണിക പോലും നഷ്ടപ്പെടും. പൊട്ടനായിട്ടില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും. കാരണം നമ്മക്കത് തിരിയിലാണ് മനസ്സിലാക്കാൻ നിർബന്ധമാണ്. തിരിയൂല. ഒരു കാൽച്ച് വെട്ടിച്ചാവിട്ട് എങ്ങനെ വെക്കുമ്പോഴത്തേന് അടുത്ത കാലം അപ്പുറത്ത് വെക്കുമ്പോഴത്തേന് കത്തം തീർക്കും. ആര്? സയ്യിദുനാ അലി. ഇതെന്തിനാ ഇവിടെ ഞാൻ പറഞ്ഞത്? ആ അലി റളിയല്ലാഹുവിന്റെ ഒരു വാക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എന്ത് വാക്ക്? ഉറയിൽ കിടക്കുന്ന വാളിനെ എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കുക? അപ്രകാരമല്ലാതെ ഞങ്ങൾ സ്വഹാബികൾ പോലും നബിയെ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ താബിഈങ്ങൾ മനസ്സിലായില്ല. ഒരാളെ വാളിന് എത്ര ഊട്ടുണ്ട്, എത്ര തിരിയുന്നോന് ഊട്ട് തിരിയും, പാല് തിരിയുന്നോന്. പക്ഷെ എന്ത് വേണം? പാറയുടെ കുട്ടി എന്ത് വേണം? ഉറയിന് വാളെടുത്ത് നോക്കിയിട്ടാണ് എന്നെ ഊട്ട് പരിശോധിക്കുക. ഉറയിലിട്ട വാളിനെ ഒരാൾ മനസ്സിലാക്കാൻ എങ്ങനെയാവും? അങ്ങനെയല്ലാതെ നബിയെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലോ ഉള്ള കോല എഴുതിച്ചോ, എല്ലാ രീതിയിലും തമ്മിലുണ്ട് ഈ വാക്ക്. إلا كما يعرف السيف في غمده. ഉറയിൽ കിടക്കുന്ന വാളിനെ മനസ്സിലാക്കപ്പെടുന്നത് പോലെയല്ലാതെ ഉറയിലിട്ട വാളിനെ, ഉറയിൽ കിടക്കുന്ന വാളിനെ ഒരാൾ പഠിച്ചാൽ ശരിയാവോ? പാറകുട്ടി ഉറയിലിട്ട വാളിനെ മനസ്സിലാക്കപ്പെടുന്നത് പോലെയല്ലാതെ മുത്ത് റസൂലുള്ളാഹിനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് അറിയൂല. ആര് പറഞ്ഞു? സയ്യിദുനാ അലി. മുഹമ്മദിന്റെ ഖാലിഖിനെ അല്ലാതെ മുഹമ്മദിനെ അറിയൂല എന്ന് സയ്യിദുനാ അലി എഴുതി വെച്ചോ. അതാണ് മുത്ത് റസൂലുള്ളാഹ്. അതാണ് മുത്ത് റസൂലുള്ളാഹ്. അത് തലേക്ക് അതിൻ്റെ ഒരു ചെറിയ വാസന അടിക്കുമ്പോഴേ ഒന്ന് സുന്നത്തെ മാറ്റാവുള്ളൂ. ആ വാസന അടിക്കാത്തതാണ് വഹാബിക്ക് പറ്റിയ കുഴപ്പം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കത് കേറിയിട്ടില്ല, പക്ഷെ ഒരു വാസന അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുന്നിയായത്. തിരിയില്ലാന്നെങ്കിലും തിരിഞ്ഞ് വാളിൽ ഉറയിൽ കിടക്കുന്ന വാളിനെ മനസ്സിലാക്കപ്പെടുന്ന പ്രകാരത്തിലല്ലാതെ നബിയെ ഞങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദിന്റെ ഖാലിഖല്ലാതെ, മുഹമ്മദിനെ പടച്ച അല്ലാതെ മുഹമ്മദിനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് റസൂലുള്ളാഹിനെ നമുക്കറിയില്ല. ആരും പറഞ്ഞു? സയ്യിദുനാ അലി. പിന്നെ ഇവിടെ നമുക്കറിയാം.
ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം പട്ടാളത്തിലേക്ക് കയറാൻ വന്നപ്പോൾ പറഞ്ഞു, മക്തൂബുൻ അറാക മക്തൂബൻ അലാ ജബഹതിക അന്നക ഖാതിലി, നിന്റെ നെറ്റിയിലുണ്ടടാ ഇയാണ് എന്നെ കൊല്ല, പക്ഷെ അള്ളാന്റെ ഖളാ പട്ടാളത്തിൽ കയറിക്കോ. അതാണ് അലി. കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സിലായില്ല. പട്ടാളത്തിൽ ചേരാൻ വന്ന ആര്? അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും പട്ടാളത്തേക്ക് പരിശോധിച്ച് കയറ്റുന്ന കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം വന്നപ്പോൾ പറഞ്ഞു, അറാക മക്തൂബൻ അലാ ജബഹതിക, എടാ എന്നെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചത് ഞാൻ കാണുന്നുണ്ട്, അന്നക ഖാതിലി, ഈശാണ് എന്നെ കൊല്ലാണ്. പക്ഷെ അത് അള്ളാന്റെ ഖളാ ഖദർ മാറ്റാൻ കഴിയില്ല. അത് അസലിയായ ഖളാ. പട്ടാളത്തിൽ കയറ്റിയില്ലെങ്കിൽ ഈജിനെ കൊല്ലും, പിന്നെ കയറാതിരിക്കണമെന്നില്ല, കയറിക്കോ. അത് അള്ളാന്റെ ഖളാ ആണ്. ഇതെന്നോ പറഞ്ഞതാ. ആര്? താണിപ്പ പറഞ്ഞ്. അതാണ് അലി. ആ അലിയാണ് പറഞ്ഞത്. എന്ത്? ഉറയിലിട്ട വാളിനെ പുറത്തുനിന്ന് തിരിയുമ്പോൾ അല്ലാതെ ഞങ്ങൾക്ക് നബിയെ തിരിഞ്ഞിട്ട് നബിയ. പിന്നെ ഞമ്മക്ക് തിരിയോ? നമുക്ക് തിരിയണെങ്ങനെയാ? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് എങ്ങനെ തിരിയാ? ഇത് പറഞ്ഞ ആളെ കുഞ്ഞു മോനെ പറഞ്ഞത് സയ്യിദ്ന അലിയാണ്. സയ്യിദ്ന അലി ആരാ? ഹഖായിഖിന്റെ സ്വാഹിബ് എന്ന് പറയാ. ഹഖായിഖിന്റെ സ്വാഹിബാണ് സയ്യിദ്ന അലി. ഭയങ്കരല്ലേ? ഹഖായിഖ് അസ്റാറിന്റെ സ്വാഹിബാണ്. എന്തൊരു ഹഖായിഖിന്റെ സാഹിബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിനെ ഞാൻ വ്യാഖ്യാനിച്ചാൽ 80ഓളം ഒട്ടകങ്ങൾ വഹിക്കും എന്ന് പറഞ്ഞ ആളാണ് സയ്യിദ്ന അലി. ഒറ്റ ബിസ്മിയ ഞാൻ വ്യാഖ്യാനിച്ചാൽ 80ഓളം ഒട്ടകങ്ങൾ വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആളാണ് ആര്? സയ്യിദ്ന അലി. എന്താണ് ഇൽമിന്റെ ഒരു ബഹർ? എന്താണ്? അതുകൊണ്ടല്ലേ കുട്ടികളെ എല്ലാരും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ കറമല്ലാഹു വജ്ഹഹു എന്നല്ലേ പറയല്? ആ മുഖത്തിന്റെ മഹത്വം അല്ലാഹു നിലനിർത്തട്ടെ. നിങ്ങൾ കുട്ടിക്കാലം മുതലേ അങ്ങനെയല്ലേ കേൾക്കാർ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു, അലിയുൻ കറമല്ലാഹു വജ്ഹഹു. അലിയാര്? കറമല്ലാഹ്, അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. വജ്ഹഹു, അവരുടെ മുഖത്തെ ആ ബഹുമാനം അള്ളാഹു നിലനിർത്തട്ടെ. അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും റളിയല്ലാഹു അൻഹു, അലിന്റെ അടുത്തേത് കറമല്ലാഹു വജ്ഹഹു. അപ്പൊ ആരാ? അപ്പോൾ അലി ആരാ? ആലിയാണ് പറഞ്ഞത്, ഉറയുടെ ഉള്ളിൽ കിടക്കുന്ന വാളിനെ ഒരാൾ പുറത്തുനിന്ന് മനസ്സിലാക്കുന്ന പ്രകാരമല്ലാതെ മുത്തുനബിയെ ഞങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച അല്ലാതെ മുഹമ്മദ് നബിയെ അറിയുകയില്ല. ഒരാൾക്കും റസൂലുള്ളാഹിനെ അറിയില്ല. അതാണ് ഉവൈസ് വന്നിട്ട് പറയുന്നുണ്ട് സ്വഹാബികളോട്, ഇതേ വാക്ക് ഉവൈസ് പറയുന്നുണ്ട്. കറന്നാട്ടുകാരനായ ലോകം കണ്ട ആശിഖായ ഉവൈസ് പറയുന്നുണ്ട്, അള്ളാന്റെ ഹബീബിന്റെ ഹഖീഖത്ത് അറിയുകയില്ല. അപ്പോൾ ഈ വാക്ക് കേട്ടവർ ചോദിച്ചു, വല അബൂബക്കർ, അബൂബക്കർ നബിയെ മനസ്സിലായിട്ടില്ലേ? വല അബൂബക്കർ വല ഉമർ വല ഉസ്മാൻ വല അലി, അവർക്ക് പോലും അറിയില്ല. പിന്നെണ്ടോ നിനക്ക്? ഇത് ഉവൈസ് പറഞ്ഞതാണ്. ചരിത്രം മുഴുവൻ ഇത് രേഖപ്പെടുത്തും. ഉവൈസിന്റെ വാക്കാത്. ആശിഖുർ റസൂലായ സയ്യിദ്ന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു, സയ്യിദുൽ താബിഈന ഫി സുഹദാൻ. സുഹദിൽ സ്വഹാബികൾ കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മഹാന്മാരിൽ സ്വഹാബികൾ കഴിഞ്ഞാൽ ഒന്നാം പ്രധാനം ആരാണ്? ഉവൈസാണ് എന്ന് ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒന്നും എൻ്റെ വകയല്ല. ബാബു ഫളി ഉവൈസ് എന്ന അധ്യായത്തിന്റെ താഴെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ എഴുതി വെച്ചിട്ടുണ്ട്, സയ്യിദ് താബിഈന ഫി സുഹൂദി, അല്ലാഹുവിന് വേണ്ടി എല്ലാം ത്യജിച്ചവരിൽ സ്വഹാബികളിൽ കഴിഞ്ഞാൽ നേതാവ് ഉവൈസാണ് റളിയല്ലാഹു അൻഹു. ആ ഉവൈസിന്റെ വാക്ക് എന്താ? മാ റബ്ബ റസൂലല്ലാഹ് മാ അറഫ ഹഖീഖത റസൂലില്ലാഹ് ഇല്ലാ ഖാലിഖു വല്ലാഹി മാ റബ്ബ ഹഖീഖത റസൂലില്ലാഹി ഇല്ലാ ഖാലിഖു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹഖീഖത്ത് അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് അറിയുകയില്ല. അപ്പോൾ അവർ ചോദിച്ചു, വലാ അബൂബക്കറിന്, അബൂബക്കറിന് അറിയില്ലേ? അപ്പോൾ പറഞ്ഞു, വലാ അബൂബക്കറിൻ വലാ ഉമർ വലാ ഉസ്മാൻ വലാ അലി. ആർക്കും അറിയില്ല. ആർക്കും റസൂലുള്ളാഹിനെ മനസ്സിലായിട്ടില്ല. ആർക്കും അറിയില്ല. റസൂൽ ആരാന്ന് അറിയൂല, അറിയേയില്ല, അറിയൂല. അറിയൂല എന്നുള്ളൊരു അറിവാണ് നമുക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയില്ല. സ്വല്ലല്ലാഹു പുണ്യ മുഹമ്മദ് മുസ്തഫ നമ്മൾ സംഗതികളും അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ചെറിയ വാതിൽ തുറക്കുമ്പോഴേ നമ്മളത് അറിയുള്ളൂ. പിന്നെ വാതിലുകൾ നമ്മളോട് തുറക്കൂല. എന്തുകൊണ്ട്? അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. വാതിലുകൾ നമ്മൾ ഒരു അബദിൻ്റെ അസ്ലഹായ മസ്ലഹത്ത് മാത്രമേ ഖാലിഖ് അബദിന് ചെയ്തു കൊടുക്കുള്ളൂ. അപ്പം നമ്മളത് അറിയുന്നതിൽ ഖൈറുണ്ടാവില്ല. നമ്മളത് അറിയുന്നതിൽ ഖൈറുണ്ടാവില്ല. അങ്ങനെയാണ്. നമ്മൾ അറിയുന്നതിൽ ഖൈറില്ല. നമ്മൾ അറിയുന്ന തീരെ ഖൈറില്ല. അതുകൊണ്ട് നമ്മൾ ഇൽമ് എന്ന് പറഞ്ഞ സാധനം, ഇൽമ് എന്ന് പറഞ്ഞ സംഗതി ദുനിയാവെന്ന് പോയിട്ടല്ലേ നമ്മൾ വന്നത്? അല്ല, ഇൽമ് എടുത്തു പോയിട്ട് വന്ന മനുഷ്യന്മാരാണ് നമ്മൾ. ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് കൗതുകമാണ്. എന്നാൽ ഇൽമ് കൗതുകമല്ല, ഇൽമ് തത്വഹീറാണ്. ഇന്ന് ഇൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോലും നിങ്ങൾ വന്നത് കൗതുകത്തിനാണ്. കൗതുകം മാറ്റിച്ചാൽ ഇതൊക്കെ പറയുന്നവനും കേൾക്കുന്നവരിലൊക്കെ ചെറിയ അളവേ ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, നമ്മളല്ല പരിശോധിക്കേണ്ട ആൾ പരിശോധിച്ചാൽ ഉണ്ടാവില്ല. പരിശോധിക്കേണ്ട ഒരു വിഷയങ്ങൾ ഞങ്ങളെ പരിശോധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തമ്മിലൊന്നും ഇടപെടാവില്ല. പരിശോധിക്കേണ്ട ഒരാളെ നമ്മളാണ് പരിശോധിച്ചാൽ ഉണ്ടാവില്ല. അങ്ങനെയാണ്, ഒന്നും ഉണ്ടാവില്ല. ഇൽമ എടുത്തു പോയിട്ടാണ്. ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിന് 8 കവാടമുള്ള ഒരു ചുറ്റുമതിലുണ്ട്. അതിൽ ബാബുൽ അസ്ബാത്ത് എന്നൊരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ ഏരിയയിലാണ് ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ ആ കവാടത്തിന്റെ ഏരിയയിലാണ്. ആ കവാടം കടന്നിട്ട് നേരെ നമ്മൾ ബൈത്തുൽ മുഖദ്ദസ് കോമ്പൗണ്ടിലേക്ക് കയറിയാൽ 8 കോമ്പൗണ്ട് വാളിന് 8 വാതിലുണ്ട്, 8 പേരുണ്ട്. ബാബുൽ അസ്ബാത്ത് എന്ന ഒരു പേരുണ്ട്. അസ്ബാത്ത് എന്നത് യാക്കൂബ് നബിയുടെ 10-12 മക്കളുടെ ഓമന പേരാണ്. എന്ത്? അസ്ബാത്ത്, ഗോത്രക്കാർ. അസ്ബാത്ത് ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ അത് യാക്കൂബ് നബിയുടെ മക്കളാണ്. ആ 12 മക്കളിൽ നിന്ന് 12 ഗോത്രം ഉണ്ടായത്. അതാണ് ഇസ്രായേലി സമൂഹം. ഇസ്രായേലി സമൂഹം 12 ഗോത്രമാണ്. അത് യാക്കൂബ് നബിയുടെ 12 മക്കളാണ്. ഈ 12 മക്കൾക്ക് പൊതുവെ പറയുന്ന പേരാണ് എന്ത്? അസ്ബാത്ത്. അവരുടെ ഓർമ്മക്ക് ഒരു കവാടുണ്ട്, ആ ഒരു കടമുണ്ട്. ആ ബാബുൽ അസ്ബാത്തിലൂടെ നമ്മൾ നേരെ കയറിയാൽ പിന്നെ നമ്മൾ ചെല്ലുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലം. ആ ഒഴിഞ്ഞ സ്ഥലത്തിന് സാഹത്തുൽ ഗസാലി എന്നാണ് പേര്. സാഹത്തുൽ ഗസാലി റളിയല്ലാഹു അൻഹു. എന്താണ് അവിടെ സാഹത്തുൽ ഗസാലി എന്ന് പേരിടാൻ കാരണം? 1000 കൊല്ലം മുമ്പ് ആ സ്ഥലത്ത് വെച്ച് ഗസാലി ഇമാമ് വഅള് പറഞ്ഞിട്ടുണ്ട്. 1000 കൊല്ലം മുമ്പ്. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഗസാലി ഇമാമ്. ഇത് എത്രാം നൂറ്റാണ്ടാണ്? 15-ാം നൂറ്റാണ്ടാണ്. നിങ്ങൾ നല്ല ഫോമിൽ ഇങ്ങോട്ട് കയറി വന്നാലേ നിങ്ങൾക്ക് ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞ മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലായില്ലേ? 8 കവാടുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുമതിലിന്. 8 കവാടുണ്ട്. മുഖദ്ദസ് പള്ളിക്ക് ഇപ്പോഴും കയറിയിട്ടില്ല. മുഖദ്ദസിന്റെ ചുറ്റുമതിലിന് 8 കവാടുണ്ട്. ഒരു കവാടത്തിന്റെ പേരാണ് എന്ത്? ബാബുൽ അസ്ബാത്ത്. ബാബുർ റഹ്മ എന്നൊരു കവാടുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് തുറന്നിട്ടില്ല. അത് ഈസാ നബിയെ തുറക്കുള്ളൂ. ദജ്ജാലിനെ ബാബുലുദ്ദിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് മഹ്ദി ഇമാമും ഉസ്സാലിമാമും കൂടെ മഹ്ദി ഇമാമും ഈസാ നബിയും കൂടെ നേരെ മുഖദ്ദസിലേക്ക് കയറി വരിക.
ആ വാതിൽ തുറന്നിട്ടാണ്. അതുകൊണ്ട് ആരും ഇതുവരെ തുറന്ന് കയറിയിട്ടില്ല. ബാബുർ റഹ്മ എന്നൊരു കവാടം അടഞ്ഞു കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? 8 കവാടമുണ്ട്. അതിൽപ്പെട്ട ഒരു കവാടമാണ് എന്ത്? അവിടെ നിന്നല്ല നമ്മളെ വിഷയം ഇവിടെയാണ്. എന്ത്? ബാബുൽ അസ്ബാത്ത്. ആ ബാബുൽ അസ്ബാത്തിലൂടെ നമ്മൾ കയറിയിട്ട് മുഖദ്ദസ് കോമ്പൗണ്ടിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഏരിയക്ക് സാഹത്തുൽ ഗസാലി എന്ന് പറയും. ഗസാലിയുടെ മൈതാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗസാലി മുറ്റം എന്ന് പറയും. വലിയൊരു മൈതാനമൊന്നുമല്ല, ഒരു മുറ്റം പോലത്തെ ഒരു ഏരിയ. സാഹത്തുൽ ഗസാലി, ഗസാലിയുടെ മുറ്റം എന്ന്. ഗസാലി ഇമാമിന്റെ മുറ്റം അല്ലത്. ഗസാലി ഇറാഖുകാരനാണ്. മനസ്സിലായില്ലേ? ബഗ്ദാദ് പട്ടണത്തിലാണ് ഗസാലി ഇമാമിന്റെ ഖബർ. ഞാൻ 2 വട്ടം സിയാറത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ സഹായത്താൽ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ വന്നിട്ടുണ്ട്. എവിടെ? ബൈത്തുൽ മുഖദ്ദസ് കാണാൻ വന്നപ്പോൾ ഇവിടെ വെച്ച് വഅദ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഏരിയക്ക് എന്ത് പേരിട്ടത്? സാഹത്തുൽ ഗസാലി പേരിട്ടത്. ആ വഅദ് ലോക പ്രശസ്തമായ വഅദാണ്. അതുകൊണ്ടാണ് അവിടെ സാഹത്തുൽ ഗസാലി എന്ന് പേരിടാൻ കാരണം. അതെന്താണത്? 1000 കൊല്ലം മുമ്പാണ് സംഭവം. 5ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ആര്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. 5ാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ. നമ്മൾ 15ാം നൂറ്റാണ്ടിലുമാണ്. അപ്പോൾ നമ്മുടെയും ഗസാലി ഇമാമിന്റെയും ഇടയിലുള്ള അകലം 1000 കൊല്ലം. അവിടെ വന്നിട്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു മുഖദ്ദസ് മുഴുവനും ചുറ്റിയടിച്ച് അവസാനം പുറത്തേക്ക് ഇറങ്ങുന്ന കവാടമാണ് ബാബുൽ അസ്ബാത്ത്. ബാബുൽ അസ്ബാത്തിലൂടെ അവർ കയറല്ല, ബാബുൽ അസ്ബാത്തിലൂടെ അവർ ഇറങ്ങാം. പിന്നെ ഖബർ സിയാറത്താണ്. അസ്ബാത്തിന്റെ നേരെ അപ്പുറത്ത് പിന്നെ മയ്യത്ത് മറവ് ചെയ്ത സ്ഥലം. അപ്പം മക്ബറകളിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവര് മുഖദ്ദസ് മുഴുവനും ചുറ്റിയടിച്ച് ഇങ്ങനെ ആ കോമ്പൗണ്ട് മുഴുവനും ചുറ്റിയടിച്ചിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇദാ ബാബുൽ അസ്ബാത്ത് എന്ന കവാടത്തിലൂടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ അവിടെ കൂടിയ ഖാദിം, തലാമീർ, ശിഷ്യന്മാർ, ഖാദിമീങ്ങൾ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് 5ാം നൂറ്റാണ്ടിലെ ലോകം കണ്ട മുജദ്ദിദാണ് ഇമാം ഗസാലി. ഗസാലി ഇമാമിനെ പോലത്തെ അങ്ങനെ ഒരാൾ അക്കാലത്ത് വേറെ ഉണ്ടായിരുന്നില്ല. ഒരാളെ മുജദ്ദിദ് എന്ന് പറയണമെങ്കിൽ അതാണ് സ്ഥാനം. അതുപോലത്തെ ഒരാൾ പിന്നെ അറിയപ്പെടാതിരിക്കുക, അതാണ് ഇമാം ഗസാലി. 5ാം നൂറ്റാണ്ടിൽ ഭൂമിയിൽ ഇമാം ഗസാലിയെ പോലെ ഒരാൾ ഇല്ല. അതാണ് ഗസാലി റളിയല്ലാഹു അൻഹു. അവരിങ്ങനെ അവിടെ വന്ന് അവർ ഖാദിമീങ്ങളെ, തിൽമീദന്മാരെ എല്ലാം ഒരുമിച്ച് കൂടി. അപ്പോൾ അവിടെ നിന്നിട്ടൊരു വഅദ് പറഞ്ഞു. എന്താ വഅദ്? മറത്തു ബി 360 حلقة العلم فما رأيت فيهم علما قد ضاع العلم ورفع العلم. ഈ മുഖദ്ദസിന്റെ കോമ്പൗണ്ടിൽ വന്നിട്ട് ഞാൻ 360ഓളം മശായിഖന്മാരെ ഇൽമിന്റെ സദസ്സുകൾ സന്ദർശിച്ചു. അന്ന് മുഖദ്ദസിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ 360ഓളം ശൈഖന്മാർ ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന വലിയ വലിയ ഇൽമിന്റെ സദസ്സുകൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം തഫ്സീറിന്റെയും ഫിഖ്ഹിന്റെയും ഖുർആനിന്റെയും വലിയ വലിയ ബഹസുകൾ നടത്തിയിരുന്നു. ലോകം കണ്ട ആലിമീങ്ങൾ ഇൽമ് നാട്ടിന്ന് പഠിച്ചിട്ട് പിന്നെ തഹസീലിന് വേണ്ടി മുഖദ്ദസിന്റെ കോമ്പൗണ്ടിൽ പോയി ഇരിക്കൽ പതിവായിരുന്നു. അങ്ങനെയുള്ള വേറിട്ട ഇൽമിന്റെ സദസ്സുകൾ മുഖദ്ദസിന്റെ കോമ്പൗണ്ടിൽ അന്ന് ഒരു സമയത്ത് 360ഓളം ഇൽമിന്റെ ഹൽക്കകൾ ഉണ്ടായിരുന്നു. ഫമറർതു ബിഹിം, എല്ലാ ഹൽക്കകളിലും ഞാൻ ചുറ്റി നടന്നിട്ട് ഫമാ റഅയ്തു വമാ സമിഅതു മിൻഹും ഇൽമാ, ഒരു ഇൽമും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഖദ് റുഫിഅൽ ഇൽമു, ഇൽമു ഉയർന്നു പോയിട്ടുണ്ട്. ഖദ് ളാഅൽ ഇൽമു, ഇൽമു ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഇമാം ഗസാലി 1000 കൊല്ലം മുമ്പ് വാഴ്ന്നു പറഞ്ഞത് കൊണ്ടാണ് ആ ഏരിയക്ക് ഇന്നും സാഹത്തുൽ ഗസാലി എന്ന് പേര് കൊടുത്ത്. അക്കാലത്തെ മനുഷ്യന്മാർക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാവില്ലെങ്കിൽ എങ്ങനെയാണ് പൊട്ടാൻ നമുക്ക് റസൂലുള്ളാഹിനെ മനസ്സിലാവുക? സാധനം ദുനിയാവില്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ആവശ്യമുള്ളതില്ലേ? നമ്മൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാകാം, നമ്മൾ ആവശ്യം അത്രയേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ അപ്പുറം നടക്കൂല. നമ്മൾക്ക് അറിവില്ല. നമ്മളെ കൂട്ടത്തിൽ ഇപ്പം അറിവ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആചാര്യാക്കാടെ
അവിടെ നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മുമ്പ് ഒരാൾ ഒരുത്തനോട്. അപ്പോൾ അവൻ ചോദിച്ച് ഈ തിന്നോന്ന്. അപ്പൊ പറഞ്ഞു ഞാൻ തിന്നിട്ടില്ല, തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയവര് പറഞ്ഞതാണ്. മനസ്സിലായില്ല? ഇതാണ് ഇപ്പൊ എന്ത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഇത് എൻ്റെ വല്യമ്മല്ല, എൻ്റെ അമ്മ, സ്വന്തം അമ്മ ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞൊരു വിവര. ഉമ്മക്ക് എവിടെ നിന്ന് കിട്ടി നല്ലതായാലും ഉമ്മ എന്നോട് പറഞ്ഞൊരു വിവരമാണ്. എന്ത് എടാ അന്നത്തെ നമ്മളെ വിവരം എന്ന് പറഞ്ഞാൽ അതാണ്. എന്ത് എന്ത് ഒരുത്തനോട് പറഞ്ഞ് എന്ത് ഹാജരാക്കാൻ്റെ അവിടുത്തെ ചോറ് നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കേട്ടോ ചോദിച്ച് തുണക്കാരനോട്, ഇങ്ങോട്ട് പറഞ്ഞ തുണക്കാരനോട് ഇജ്ജ് തിന്നിരുന്നിടാം. അപ്പൊ പറഞ്ഞു ഞാൻ തിന്നിട്ടില്ല, തങ്ങൾ പാപ്പാക്ക് തുണക്ക് പോയോര് മടങ്ങി വന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ല? വിളിച്ചത് ആരേ ഉള്ളൂ? തങ്ങൾ പാപ്പാനെ വിളിച്ചിട്ട് തന്നെ ഉള്ളൂ. മറ്റൊരു പൂച്ചപ്പാസ് പോയതാ, ഇങ്ങോട്ട് തിന്നോരാ. ഇവനോ തങ്ങൾ പറഞ്ഞതുമല്ല. മനസ്സിലായില്ല? പൂച്ചപ്പാസ് പോയോര് പറഞ്ഞതാ. അപ്പൊ ഒറിജിനൽ നെയ്ച്ചോറ് ഇവന് കിട്ടിയിട്ടുണ്ടാവില്ല. രണ്ടാം വട്ടത്തിൽ ഇരുന്നോരാ പേര് തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയോര് എന്ന് പറഞ്ഞ്. മനസ്സിലായില്ല? പൂച്ചപ്പാസ് കയറിയവർക്ക് എന്തുണ്ടാവില്ല, വിളിച്ചോൾക്ക് കൊടുക്കണമെന്ന് മുഴുവനും കൂടെ പൂച്ചപ്പാസ് കയറിയവർക്ക് പറയട കുട്ടിയെ കിട്ടൂല. അവർക്ക് തന്നെ തോന്നിയതാണ് എന്ത് നെയ്ച്ചോറ് നല്ല രസമുണ്ട്. എന്നിട്ട് അവര് പുറത്ത് പറഞ്ഞതുമല്ല, അവര് പറഞ്ഞോന്റെ കയ്യിൽ നിന്നാണ് ഇവന് കിട്ടിയത്. അപ്പൊ ഇൽമിന്റെ അവസ്ഥ എന്തുണ്ടോ? നമ്മളെ ഇൽമതാണ്. നമ്മളെ ഇൽമ പറഞ്ഞാൽ നമ്മളെ ഇൽമല്ല, നമ്മളെ കാലത്തിന്റെ ഇൽമതാണ്. അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് മാ അറഫ്നാ റസൂലല്ലാഹി ഇല്ലാ മാ ഉരിഫ സൈഫു ഫീ വമദിഹി, ഉറയിലിട്ട വാളിനെ അറിഞ്ഞതുപോലെ അല്ലാതെ ഞങ്ങൾ നബി അറിഞ്ഞിട്ടില്ല എന്ന് സയ്യിദുന അലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റളിയല്ലാഹു നമുക്ക് അപ്പറഞ്ഞ അലിയെ പോലും അറിഞ്ഞിട്ടില്ല. നമുക്കത് അറിയൂല. പിന്നെ എന്താ നല്ല നമ്മളെ കാലം അതായിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളെ കാലം അതായിരിക്കുന്നു. അങ്ങനെയാണ്. ഒരുത്തൻ എന്ത് ചെയ്ത് തേച്ച് ബാക്കിയായ ഒരു അത്തറിന്റെ കുപ്പി അവന് മറ്റൊൻ്റെ കയ്യിൽ കൊടുത്ത്. തേച്ച് ബാക്കിയായ ഒരു അത്തറിന്റെ കുപ്പി, ഇതാ നല്ല കസ്തൂരിയാന്ന് പിടിച്ചോന്നാണ്. അപ്പോൾ അത് വലിയ കസ്തൂരിയാന്ന് വിചാരിച്ച് കുടിച്ച്, വലിയ കസ്തൂരിയാണ്, 1-ാം നമ്പർ കസ്തൂരി എന്നാണ് പോയി ഇതും കൊണ്ട് നടന്ന്. അങ്ങനെ ഇവന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്ത് മനസ്സിലായില്ല. വേറൊരുത്തനോൻ്റെ ഇങ്ങനെ തേച്ചു കൊടുത്ത്, ഈ കുപ്പി ദേശം ഇങ്ങനെ തേച്ചു കൊടുത്ത്. ഓനും എന്തായിട്ടില്ല, കുപ്പി കൊടുത്തില്ല, ഞാൻ തേച്ചു കൊടുത്ത്. ഓനൊന്നും തിരക്കടില്ല. പിന്നെ അങ്ങാടിയിൽ കസ്തൂരിനെ പറ്റി പറയുമ്പോൾ ഓനത് ഈസിയാക്കും. കസ്തൂരിയൊക്കെ നമ്മളെത്ര തേച്ചതാ? ആര് തേച്ച് കിട്ടിയോൻ? ഇവന്റെ അസിൽ തന്നെ സാഹിബല്ല, മറ്റോൻ തേച്ചതിന്റെ ബാക്കി കുപ്പി കൊടുത്തതാ. ആ കുപ്പിന്റെ ഒരു വിയർപ്പ് ഇവൻ ഇങ്ങോട്ട് തുടച്ചു കൊടുത്തതാ. മനസ്സിലായില്ല? എന്നിട്ട് ഇത് പറഞ്ഞ അങ്ങാടിന്ന് കേട്ട വേറൊരുത്തുണ്ട്. ഓൻകാലം വരെ കസ്തൂരിന്റെ വാസന വരെ കേട്ടിട്ടില്ല. കസ്തൂരിനെ പറ്റി പറയുമ്പോൾ മറ്റോ പറയാം അതൊക്കെ നമ്മൾ എമ്പാടും പഠിച്ചതല്ലേ ജി, വേറെ ഉണ്ടെങ്കിൽ പറയണം. കസ്തൂരി വിൽക്കുന്ന ഒറിജിനൽ പീഡിയക്കാരനോട് പോയി പറഞ്ഞാൽ ഒറിജിനൽ കസ്തൂരി ഒരു കുപ്പിൻ്റെ എടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തോടുള്ള മനുഷ്യനാണെങ്കിൽ ഓനൊന്ന് മെല്ലെ ചിരിക്കും. മനസ്സിലായില്ല? വല്ലാതെ വന്ന് പിന്നാലെ കൂടി ചോദിച്ചാൽ പറയും അത് എന്നോട് ചോദിക്കണ്ട, 100 കൊല്ലത്തിനുള്ളിൽ കസ്തൂരി എന്ന സാധനം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടെന്നില്ല. ഇതാർക്ക് തിരിയും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. യഥാർത്ഥ വിൽപ്പനക്കാരൻ എന്ത് പറയും? മനസ്സിലായില്ല? ഒരു നല്ല ഒരു കുപ്പി ഒറിജിനൽ കസ്തൂരി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുമ്മിനായ കച്ചവടക്കാരനാണ് എങ്കിൽ അങ്ങനെ ഉറപ്പിച്ചൊന്നും തരാൻ പറ്റൂല. പിന്നെയും കൂടിയാലേ സ്വകാര്യത്തെ പറയും 100 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ കസ്തൂരി ഇറങ്ങിയില്ല. ഇവനെ കച്ചവടക്കാരനാ, ഓന് തിരിയും ഈ സാധനം ഇവിടെ കിട്ടൂല. അതും ഒരു തിരിച്ചില്ല. വിയർപ്പ് പഠിച്ചു കൊടുത്തോനെ കേട്ടോനാണ് എന്ത് പറയണത്? നമ്മൾ കസ്തൂരിനെ പറ്റി എത്രയോ അറിഞ്ഞിട്ടുണ്ട്. വേറെല്ലാം ഉണ്ടെങ്കിൽ പറയണം. ഇതാണ് നമ്മളെ വിവരം.
നമുക്ക് മുത്ത റസൂലുള്ളാഹിനെ പറ്റി എന്തറിയും? പുണ്യ മുഹമ്മദ് മുസ്തഫ എന്തറിയും? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ കേറി അടുത്തേക്ക്. പുണ്യ മുഹമ്മദ് മുസ്തഫാനെ നമുക്ക് എന്തറിയും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂലുള്ളാഹിനെ അറിയൂല. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് അങ്ങനെ ഒരു അബ്ദ്, അള്ളാഹു ഖാലിഖുൽ വറയായ റബ്ബിന് തന്റെ അബ്ദിനെ എങ്ങനെ സംവിധാനിക്കണം അള്ളയല്ലേ നിശ്ചയിക്കേണ്ടത്, നമ്മളല്ലല്ലോ. അപ്പൊ ആ അബ്ദിനെ അള്ളാഹു എങ്ങനെ നിശ്ചയിച്ചു എന്ന് നമുക്ക് എന്തറിയും? അതാണ് صل وسلم دائما ابدا ونورا الورى فهم معناه فليس يرى في القرب والبعد به غير منفهم يحيى الورى സൃഷ്ടികൾ മുഴുവനും അശക്തരായിരിക്കുന്നു. ഫഹ്മുമാനാഹു പുണ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആന്തരിക പൊരുൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും അശക്തരാണ്. അഹ്യൽ വറാ എല്ലാ സൃഷ്ടികളും ബുദ്ധി പ്രയോഗിക്കുന്ന 3 തരം സൃഷ്ടികളെ ഉള്ളൂ. ഏത്? വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ചർമ്മിത ചർവണത്തിന്റെ ബുദ്ധി. അല്ലാതെ സൃഷ്ടികൾക്കൊരു പൊതുബുദ്ധിയുണ്ട്. ഏത്? സ്വന്തം ഉപകാരം നേടാനും മറ്റുള്ളവരുടെ ശത്രുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഏത് മൃഗത്തിനും അറിയും. അത് ഏത് വിവരമല്ല, ചർമ്മിത ചർവണത്തിന്റെയും പഠനത്തിന്റെയും വലിയ പുരോഗതിയുടെയും വികസനത്തിന്റെയും വിജ്ഞാനമല്ല. ആ വിജ്ഞാനമുള്ള ജനത 3 ഒന്ന് ഇൻസ്, ഒന്ന് ജിന്ന്, ഒന്ന് മലക്ക്. ഈ 3 വിഭാഗമാണ് ഇവിടെ വറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടികളെല്ലാം അശക്തരായിരിക്കുന്നു. പുണ്യ നബിയുടെ മഅന മനസ്സിലാക്കാൻ പുണ്യ മുഹമ്മദ് മുസ്തഫയുടെ ഉൾപ്പൊരുൾ, നബി എന്നതിന്റെ ഉൾപ്പൊരുൾ, മുഹമ്മദ് നബി എന്നതിന്റെ ആരായിരുന്നു ഈ ആൾ? ഇതാരായിരുന്നു പുണ്യ റസൂൽ? ആരാണ് പുണ്യ മുഹമ്മദ്? ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഉറപ്പല്ലേ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുഹമ്മദ് നബി ജീവിച്ച 63 കൊല്ലക്കാലത്തിനുള്ളിൽ ഭൂമിയിലെവിടെയും കൊടുങ്കാറ്റുണ്ടായിട്ടില്ല. ഭൂമിയിലെവിടെയും മുഹമ്മദ് നബി ജീവിച്ച 60 കൊല്ലത്തിനുള്ളിൽ ഭൂമികൾക്ക് ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബി ഭൂമിയിലുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഇബ്രാഹിം നബിയുടെ കാലത്തോലും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവില്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് ഉണ്ടാവില്ല. കാരണം മുഹമ്മദ് നബി റഹ്മത്തുൽ ലിൽ ആലമീനാണ്. പ്രപഞ്ചത്തിൽ എവിടെയും മുഹമ്മദ് നബി പരിധിയിലുണ്ടെങ്കിൽ, അവരുടെ ദൂരപരിധിയിൽ മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഭയങ്കരമാണ്. ഭയങ്കര ചിന്തിക്കുക. ഇബ്രാഹിം നബി ജീവിക്കുന്ന കാലത്താണ് എന്ത്? ഡെഡ് സീ. ഇപ്പോൾ പോലും 74 കിലോമീറ്റർ നീളത്തിലും 16 കിലോമീറ്റർ വീതിയിലുമുള്ള ഡെഡ് സീ സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമൂറ സദൂം പട്ടണങ്ങളെ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ഓർമ്മയാണ് എന്ത്? ഡെഡ് സീ, ചാവുകടൽ. ഈ കാലത്ത് ആരുണ്ട്? ഇബ്രാഹിം ഉണ്ട്, ലൂത്ത് ഉണ്ട്, ഇസ്ഹാഖ് ഉണ്ട്, ഇസ്മായിൽ ഉണ്ട്. ഇസ്ഹാഖില്ല, ഇസ്മായിലുണ്ട്, ഇബ്രാഹിം ഉണ്ട്, ലൂത്തുണ്ട്. ലൂത്ത് അവരുടെ നബിയ. സയ്യിദ്ന ലൂത്ത് അവരുടെ നബിയ. തൊട്ട് 28 കിലോമീറ്റർ അപ്പുറത്തുണ്ട് ആര്? ഇബ്രാഹിം. ഡെഡ് സീയിൽ നിന്ന് 28 കിലോമീറ്റർ ആണ് എങ്ങോട്ട്? ഖലീലിൽ ഹിബ്രോണിലേക്ക് 28 കിലോമീറ്റർ ആണ് ഹിബ്രോണിലേക്ക്. ഹിബ്രോണിലാണ് ആര് വസിച്ചിരുന്നത്? ഇബ്രാഹിം. ഹിബ്രോണിലാണ് ഇപ്പോൾ ഖലീൽ മസ്ജിദ്. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞത് 2 പാർട്ടാക്കിയിട്ടുണ്ട്. പള്ളിയുടെ പകുതിയിൽ ചുമരി വെച്ചിട്ടുണ്ട്, പകുതി മുസ്ലിമീങ്ങൾക്കും പകുതി ജൂതന്മാർക്കും. 966 ഒരു അറ്റാക്കിലൂടെ ജൂതന്മാരതിന്റെ പകുതി പിടിച്ചടക്കിയ ഒരു സംഭവമൊക്കെ നിങ്ങളോടല്ലേ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ട് മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടല്ലേ? നിങ്ങൾ അല്ലെന്ന് പറയും, അപ്പോഴല്ലേ നിങ്ങളെ നന്ദി പൂർത്തിയാവുള്ളൂ. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതാണ് ഹിബ്രോൺ. അത് ഡെഡ് സീയിൽ നിന്ന് 28 കിലോമീറ്റർ ആണ്.
ഒരേ കാലക്കാരാ രണ്ടാളും. ആരും ഇബ്രാഹിമും ലോത്തും നശിപ്പിക്കാൻ വേണ്ടി ഹിബ്രോണിൽ വന്നിട്ട് മലക്കുകൾ പറഞ്ഞിട്ട് പോയപ്പോ ഇബ്രാഹിം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് പറയുമ്പോൾ ഇബ്രാഹിമിന് വിഷമം വരുന്നുണ്ട്. ലൂത്തിന്റെ ജനതയെ തകർക്കരുതെന്ന് എന്നോട് അനവധി തവണ ഇബ്രാഹിം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിം അൽ ഹലീം, ഇബ്രാഹിം വലിയ വിവേകിയും സമാധാനപ്രിയനുമായിരുന്നു. ആര്? ഇബ്രാഹിം. എന്നാൽ ആ ഇബ്രാഹിം ജീവിക്കുന്ന കാലത്താണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ ഡെഡ് സീ ഉണ്ടായത്. മുഹമ്മദ് നബിയുടെ കാലത്ത് സംവിധാനം ഇല്ല. അള്ളാഹു ഒരു ജനതയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടാളത്തെ ഒരു നബിയുടെ കാലത്തും ഇറക്കിയിട്ടില്ല. ഒരു നബിക്കും അള്ളാഹു പട്ടാളത്തെ ഇറക്കിയിട്ടില്ല. ആകാശത്തിന് പട്ടാളത്തെ ഇറക്കിയിട്ടില്ല ഒരു നബിക്ക് വേണ്ടിയും. അത് അള്ളാഹുടെ രീതിയല്ല. നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടെങ്കിലും അതിന്റെ ബാക്കി പറയൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാന്ന് ചോപ്പ് മനസ്സിലായ പറഞ്ഞത്. ആദം മുതൽ മുഹമ്മദ് നബി അല്ലാത്ത ഒരു ജനതയെയും ആകാശത്തുനിന്ന് പട്ടാളം ഇറക്കി അള്ളാഹ് സഹായിച്ചിട്ടില്ല. ഓത് وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون وما أنزلنا على قومه ഹബീബുൻ നജ്ജാറിന്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല മിൻ ജുണ്ടിൻ ഒരു പട്ടാളത്തെയും മിൻബാദി അദ്ദേഹത്തെ ആ നാട്ടുകാർ കൊലപ്പെടുത്തിയപ്പോൾ മുർസലീങ്ങളെ നിരാകരിച്ച ആ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഹബീബുൻ നജ്ജാർ മരിച്ചതിന് ശേഷം നാം ഇറക്കിയിട്ടില്ല മിൻ ജുണ്ടിൻ ഒരു പട്ടാള കൂട്ടത്തെയും മിനസ്സമായി മുകളിൽ നിന്ന് ഇറക്കിയിട്ടില്ല. ഒരു ജനതയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മുകളിൽ നിന്ന് പട്ടാളം ഇറക്കുന്നത് എന്റെ രീതിയുമല്ല. ആയിരക്കണക്കിന് പട്ടാളം ഇറക്കിയ ഒരു സംഭവം ബദറാണ്. ബദറിന്റെ മുമ്പ് ആകാശത്തുനിന്ന് വാളും കൊണ്ട് പട്ടാളം ഇറങ്ങിയിട്ടില്ല. ഇല്ല ലി മുഹമ്മദ്. അപ്പോൾ ആരാണ് മുഹമ്മദ് നബി? എല്ലാവർക്കും അറിയുന്ന പച്ച മലയാളം പോലത്തെ പരിഭാഷ പറഞ്ഞത്. പച്ച മലയാളം പറഞ്ഞു. أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون وما أنزلنا നാം ഇറക്കിയിട്ടില്ല അലാ ഖൗമിഹി ഹബീബുൻ നജ്ജാറിന്റെ ജനതയുടെ മേൽ മിൻബാദി അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയതിനു ശേഷം നാം ഇറക്കിയിട്ടില്ല മിൻ ജുണ്ടിൻ ഒരു പട്ടാളത്തെയും ഇറക്കിയിട്ടില്ല മിനസ്സമായി ആകാശത്ത് നിന്ന് വമാ കുന്നാ മുൻസിലീൻ ഭൂമിയിലുള്ളവരെ മര്യാദ പഠിപ്പിക്കാനോ കൊലപ്പെടുത്താനോ അമർച്ച ചെയ്യാനോ യുദ്ധം ചെയ്യാനോ പട്ടാളത്തെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കൽ വമാ കുന്നാ മുൻസിലീൻ മുമ്പ് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. وما كنا ماضي فينا وما كنا منزلين ഒരു ജനതയെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ആകാശത്തുള്ള പട്ടാളം ഇറക്കൽ എന്റെ രീതിയല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഇൻകാലത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദ ഒരു ജനതയെ തകർക്കണമെന്നുണ്ടെങ്കിൽ എന്റെ രീതി എന്താ? ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദ പിന്നെ ഒരൊറ്റ അട്ടഹാസം മാത്രമാണ്. ഫഇദാഹും ഖാമിദൂൻ ആകാശത്തുനിന്ന് ഒരു അട്ടഹാസം ഭൂമിയിലെത്തിയാൽ ഫഇദാഹും ഖാമിദൂൻ ഏത് ജനതയും തീ കെട്ടടങ്ങിയ വെണ്ണീർ പോലെയാകും. ഖമദത്തിനാറു തീ കെട്ടടങ്ങി വെണ്ണീറായി. പരിശുദ്ധ ഖുർആനിൽ എത്രായത്ത ബദറിലിറക്കി, ഉഹദിലിറക്കി, ഹുനൈനിലിറക്കി. ആർക്ക്? എന്താ നിങ്ങൾ നോക്കിയിരിക്കും? ആർക്ക്?
അപ്പോൾ മുഹമ്മദ് നബി സാധാരണ നബിയാണോ? എന്താടോ ചിന്തിക്കാത്തത്? എല്ലാരും പറയുന്നത് പോലെ റസൂലിനെ പറ്റി പറഞ്ഞു. എന്താണ് വിചാരിച്ചത്? മുഹമ്മദ് നബി ആരാന്ന് വിചാരിച്ചത്? ഖുർആൻ അല്ലാത്ത ഒരു അക്ഷരം ഞങ്ങളോട് പറയണില്ല. എത്ര സ്ഥലത്തിറക്കി? ബദറിലോ അതെന്നാ ഒരു ഒന്നാമത്തെ ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കാം. ഉഹദിലിറക്കില്ലേ? ഒന്നല്ല, ഹുനൈനിലിറക്കില്ലേ? വലഖദ് നസ്റകുമുല്ലാഹു ഫീ മവാഖിന കസീറ വയൗമ ഹുനൈൻ إذا أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها നിങ്ങൾ ആരാം കാണാത്ത ജുനൂദൻ പട്ടാളം കൂട്ടങ്ങൾ ജുന്ദിനെ പോലും ഇറക്കിയിട്ടില്ല ഒരു നബിക്ക് വേണ്ടി. മുഹമ്മദ് നബിക്ക് ജുന്ദു അല്ല, ജുനൂദ് എന്നൊക്കെ പറഞ്ഞ് ഓത്. ഈ രണ്ട് സൂറത്തൊന്ന് കമ്പയർ ചെയ്ത് പഠിക്ക്. ആദ്യം ഓതിയത് യാസീൻ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാ. പട്ടാളത്തിന്റെ ഒരു കൂട്ടത്തെ പോലും ഒരു നബിക്ക് വേണ്ടിയും താഴെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ. ഒരു നബിക്ക് വേണ്ടിയും പട്ടാളത്തെ ഇറങ്ങി സഹായിക്കൽ എന്റെ രീതിയല്ല. പിന്നെന്താ നടക്കുക? ഇൻകാനത്തില്ല ഒരു നബിയെ സഹായിക്കുകയും തമ്മാടികളെ അമർച്ച ചെയ്യുകയും വേണമെന്നുണ്ടെങ്കിൽ ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തൻ വാഹിദ, അതൊരൊറ്റ അട്ടഹാസം മാത്രമാണ്. ഫൈദാഹും ഖാമിദൂൻ. അപ്പോഴത്തിന് ഏതൊരു നബിയുടെ ജനതയും ഫൈദാഹും ഖാമിദൂൻ, അവർ തീ കെട്ടടങ്ങിയ വെണ്ണീർ പോലെയായി തീരുമല്ലോ. നബിമാരുടെ മേൽ മേക്കെട്ട് കയറിയ ഏത് ദാസന്മാർക്കും എത്രയെത്ര ഖേദവും പരാജയവും. അള്ളാഹു കാക്കട്ടെ. ഒരു പട്ടാളത്തെ കൂട്ടത്തെ പോലും ഒരു നബിക്കും അള്ളാഹു തആല ശത്രുക്കളെ അമർച്ച ചെയ്യാൻ ഇറക്കി കൊടുത്തില്ല. ശരി, ഇനി പുറത്തേക്ക് വാ. വലഖദ് നസ്റകുമുല്ലാഹു ഫീ മവാഖിന കസീറ വയൗമ ഹുനൈൻ ഇദ് വലഖദ് നസ്റകുമുല്ലാഹ്. സഹാബികളെ, നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. നിങ്ങളെ ഞാൻ പല സ്ഥലത്തും സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധ ദിവസവും. ഇത് അഅജബതുകും കസറതുകും. അന്ന് നിങ്ങളുടെ എണ്ണപ്പെരുപ്പത്തിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നി. 10,000-ഓളം പട്ടാളമാണ് സ്വഹാബികൾ ഹുനൈനിലേക്ക് പോയത്. അന്ന് നിങ്ങൾക്ക് വിചാരിച്ച് ഇന്ന് നമ്മൾ അവരെ അടിച്ച് ശരിയാക്കും. മനസ്സിലായില്ലേ? ഫി മവാത്തിന കസീറ, ഫി മവാത്തിന കസീറ. ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഫി മവാത്തിന കസീറ, ഒരുപാട് സ്ഥലങ്ങളിൽ പട്ടാളക്കൂട്ടിറക്കി സഹായിച്ചിട്ടുണ്ട്. പാറക്കുട്ടി ഒരുപാട്. യൗമ ഹുനൈനിൻ, ഹുനൈനിൽ പ്രത്യേകിച്ചും. ഇത് അഅജബതുകും കസറതുകും. യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എണ്ണപ്പെരുപ്പം അത്ഭുതമായി തോന്നി. എന്നിട്ടോ ഇത് അഅജബതുകും കസറതുകും ഫലം തുഗ്നി അൻകും ശൈഅ. യുദ്ധക്കളത്തിൽ എത്തിയപ്പോൾ എണ്ണപ്പെരുപ്പം കൊണ്ടൊരു നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ല. വലാഖത് അലൈക്കുമുൽ അർളു. ഭൂമി നിങ്ങൾക്ക് സ്ഥലം മതിയാകാതെയായി. ബിമാ റഹ്മത്ത്, ഭൂമി വിശാലം തന്നെയായിരുന്നു. നിങ്ങൾ പിന്തിരിഞ്ഞോടി. മനസ്സിലായില്ല? നിങ്ങൾ പിന്തിരിഞ്ഞോടി. എത്രത്തോളം ആളുകൾ? പാറയുടെ കുട്ടി എത്ര? സ്വന്തം എണ്ണപ്പെരുപ്പത്തിൽ അഭിമാനിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയ 10,000-ഓളം സ്വഹാബികൾ പിന്തിരിഞ്ഞോടി. വലാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹ്ബത്ത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ സുമ്മ അൻസലല്ലാഹു സക്കീനതഹു. പിന്നെ അല്ലാഹു അവന്റെ സക്കീനത്തിനെ ഇറക്കി. സക്കീനത്ത് എന്നാൽ റഹ്മത്തിന്റെ മലക്കുകൾ. അലാ റസൂലി, റസൂലിന്റെ മേൽ. മനസ്സിലായില്ലേ? പിന്നെ വഅലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ മേലും അല്ലാഹു തആല സക്കീനത്ത് എന്നാൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കി. അവരെ മാത്രമല്ല ഇറക്കിയത്. മനസ്സിലായില്ല? പ്രയാസം വന്ന പ്രയാസത്തിന് പരിഹരിക്കാൻ 2 കൂട്ടം മലക്കുകൾ ഇറക്കി. ഒന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഇറക്കി. പിന്നെ നിങ്ങൾ സ്വഹാബികൾ ആരും കാണാത്ത പട്ടാളക്കൂട്ടങ്ങളെയും ഇറക്കി. എന്തുകൊണ്ട്? ഒരാൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അള്ളാഹ് ഇറക്കല്ലാതെ വഴിയില്ല. ആ ആള് യുദ്ധത്തിന് ഇറങ്ങാൻ പാടില്ലാത്ത ആളാണ് മുഹമ്മദ്. അതുവരെ അള്ളാഹ് ആളിറക്കില്ല. 10,000-ഓളം ആളുകൾ യുദ്ധത്തിന് വന്നിട്ട് പിന്തിരിഞ്ഞോടി. യുദ്ധക്കളത്തിലെത്തിയപ്പോൾ ഹുനൈനിൽ
166 ആളുകൾ മാത്രമാണ് യുദ്ധത്തിൽ നിന്നത്. എത്ര? 166 ആളുകൾ മാത്രമാണ് യുദ്ധക്കളത്തിൽ നിന്നത്. ബാക്കി മൊത്തം പിന്തിരിഞ്ഞോടി. അപ്പോൾ എത്ര ആൾ ഓടി? 9,834 ആൾ ഓടി. 10,000 എന്നത് കൃത്യമാക്കുകയാണെങ്കിൽ അല്ലേ പറ, 9,834 ആള് 10,000 കൃത്യമാക്കുകയാണെങ്കിൽ ഓടി. മനസ്സിലായില്ലേ? പിന്നോട് ബാക്കിയുള്ളത് എത്ര? റസൂലുള്ളാഹിയുടെ കൂടെ 166. ഇത്ര വലിയ പട വന്നിട്ട് മൊത്തം പിന്തിരിഞ്ഞോടി. കുറഞ്ഞ ആളുകൾ ബാക്കിയായപ്പോൾ റസൂലുള്ള തൻ്റെ വാളെടുത്തിട്ട് തൻ്റെ കോവർ കഴുതയുടെ പുറത്തേക്ക് ചാടിക്കേറി. എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് 4000 ശത്രുക്കളിലേക്ക് നബി ഒറ്റക്കിറങ്ങിയപ്പോൾ പട്ടാളക്കൂട്ടം തള്ളണ്ടിറക്കി. കാരണം അവിടെ പിന്നെ പട്ടാളം ഇറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് സാധാരണ മനുഷ്യനല്ല. ഇത് രണ്ടും അള്ളേ പറയണത്. ഒരു സ്ഥലത്ത് അള്ള പറയാ ഞാൻ മുമ്പ് അങ്ങനെ ഇറക്കിയിട്ടെന്നല്ല, അതിന്റെ രീതിയല്ല. ഇവിടെ അള്ള പറയാ ഞാൻ ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും ഇറക്കിയല്ല. 10,000-ഓളം പട്ടാളം വന്നപ്പോൾ അള്ള ഇറക്കിയെന്നല്ല. അവരൊക്കെ പോയപ്പോൾ റസൂലുള്ളാഹിനെയും 166 സ്വാലിഹീങ്ങളായ സ്ഥൈര്യമുള്ളവരെയും അള്ളാഹ് ഒറ്റക്കണ കിട്ടി. അപ്പോൾ അവരെന്തിറക്കി? നിങ്ങൾ ഒരാളും കണ്ടിട്ടില്ലാത്ത പട്ടാള കൂട്ടങ്ങളെ ഇറക്കി. പിന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും വീണെടുക്കുക. 166 യുദ്ധം ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നില്ല. തല എങ്ങനെ കൊയ്ത് കിടക്കുക. ആര് വെട്ടി? മലക്കള വെട്ടി. കാരണം ഒരാൾ യുദ്ധത്തിന് ഇറങ്ങാൻ പാടില്ല. മുത്ത് റസൂലുള്ള ആ ആളിറങ്ങിയപ്പോൾ പിന്നെ ആകാശത്തെ മലക്കൾക്ക് അവിടെ നോക്കിക്കാൻ പറ്റില്ല. അവരിറങ്ങിയാൽ മതിയാകും. എന്നാൽ ഇബ്രാഹിമിന്റെ കാലത്തോളം അവർക്ക് ബാധ്യതയില്ല. മൂസാ നബിന്റെ കാലത്തോളം ബാധ്യതയില്ല. ഈയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോന്ന് മൂസാ നബിയോട് നാട്ടുകാർ പറഞ്ഞിട്ട് ഒരു വട്ടോളം ഇറങ്ങിയില്ല. അതെന്ത്? അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന നബി തന്നെയല്ല ആര്? പുണ്യ റസൂൽ. അതാരാണ് അള്ളാഹ്ക്ക് അറിയൂല, നമുക്കറിയില്ല. ഞാൻ ഖുർആൻ മാത്രം സംസാരിച്ച്, വേറെ ഒന്നും ബുദ്ധിയുള്ളവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഖുർആൻ മാത്രമായി പറഞ്ഞു. പുണ്യ റസൂലുള്ളാഹിനെ അറിയൂല. സ്വല്ലല്ലാഹു പുണ്യ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞില്ലേ റസൂലുള്ളാഹിയുടെ കാലത്ത് ഭൂമിയിൽ കൊടുങ്കാറ്റുണ്ടായിട്ടില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് ഭൂമിയിൽ കൊടുങ്കാറ്റുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി പോയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് മദീനയിൽ ഭൂമി ഉണ്ടായി. മദീനയിൽ ഭൂമി കുലുക്കുണ്ടായപ്പോൾ ഭൂമിയോട് പറഞ്ഞു ആര്? ഉമർ ബിൻ ഖത്താബ് ഖലീഫത്ത് റസൂലുള്ളാഹി മടങ്ങി കിടന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്, അടങ്ങി കിടന്നു. ഫസക്കനത്തിൽ അർളു, ഭൂമി അടങ്ങി. ഫമാ വഖഅത്തി സൽസലത്തു ഫിൽ മദീന, പിന്നെ മദീനയിൽ ഇന്ന് വരെ ഭൂമി കുലുക്കുണ്ടായിട്ടില്ല. മനസ്സിലായില്ല? ചിന്തിക്ക്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 21 ഈജിപ്ത് പിടിച്ചടക്കി. ഇതൊക്കെ ചോദിച്ചാൽ താരീഖൊക്കെ കൃത്യമാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 21 ഈജിപ്ത് പിടിച്ചടക്കി. മിസ്ർ, ഈജിപ്ത് ഹിജ്റ 21 പിടിച്ചടക്കി. ആര്? ഉറക്കപ്പറ. ഏതാണ് സൈന്യാധിപൻ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു. ഷാമിൽ നിന്ന് മടങ്ങുന്ന പട മദീനയിലേക്ക് വരണമെന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊതി റളിയല്ലാഹു അൻഹു. പക്ഷെ അംറിന് എന്തുകൂടെ താല്പര്യം ഉണ്ടായിരുന്നു? ഈജിപ്തും കൂടി ഇസ്ലാമിന് എന്നെ വഴിപ്പെടുത്തണം എന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആർക്ക്? അംർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മടങ്ങുമ്പോൾ ചില്ലറ ദിവസങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് വല്ലാതെ ബന്ധപ്പെട്ടില്ല. കാരണം ബന്ധപ്പെട്ട് നേരെ മദീനയിലേക്ക് തന്നെ വാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വേണ്ടി വരും? മദീനയിലേക്ക് പോകണം. പോയിട്ട് കുറെ ദൂരം എത്തിയതിനു ശേഷം കത്തയച്ച് ഞങ്ങൾ മിസ്റിലേക്ക് പോയി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം മിസ്റിലേക്ക് അപ്പോൾ പോകുന്നതിന് ഉമർ ഇബ്നുൽ ഖത്താബ് വ്യക്തിപരമായി എതിരായിരുന്നു. കാരണം എന്തുകൊണ്ട്? ഒന്ന്, റോമക്കാരാണ് എവിടെ ഭരിക്കുന്നത്? റോമക്കാരാണ് ഈജിപ്ത് ഭരിക്കുന്നത്. അവരൊക്കെ ശക്തമാണ് അവരുടെ പട. റോമൻ രാജാക്കളുടെ
ഈജിപ്തിലെ പട്ടാളക്കൂട്ടങ്ങളൊക്കെ വലിയ ശക്തന്മാരുമാണ്, കരുത്തന്മാരാണ്. പിന്നെ കിബിത്തികൾ അവരെ സഹായിക്കാൻ വേറെയുമുണ്ട്. ഇസ്ലാമിൻ്റെ കണിക പോലും നൂറ്റാണ്ടുകളായി അവരുടെ നാട്ടിലെത്തിയിട്ടുമില്ല. അപ്പം പെട്ടെന്നൊന്നും അവരെ നമുക്ക് വഴിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഷാമിലെ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ പട്ടാളക്കാരാകട്ടെ വളരെ ക്ഷീണമുള്ള സമയത്ത് പോയിട്ട് അതിന് തോറ്റു പോരേണ്ടതില്ല, നല്ലൊരു സമയം തിരഞ്ഞെടുക്കാമെന്ന പക്ഷക്കാരനായിരുന്നു ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അതുകൂടി പിടിച്ചടക്കിയിട്ട് വിശ്രമിച്ചാൽ മതിയായിരുന്നു താല്പര്യം. അങ്ങനെ പിന്നെ അവസാനം ഒരു കത്തയച്ചു, ഞങ്ങൾ ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തിന് മറുകുറി എഴുതി, ഇങ്ങോട്ട് നോക്ക്, കത്തിന് മറുകുറി എഴുതി അയച്ചു. അംറേ, നീ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ഈജിപ്തിൽ പ്രവേശിക്കുന്നതിന് ഞാൻ എതിരാണ്. നമ്മൾ പട്ടാളം ക്ഷീണിച്ചിട്ടുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടയില്ല, ആശ്വാസം പോലെ ചെയ്താൽ മതി, നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു വരും. എന്നാൽ എൻ്റെ കത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് കത്തയച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് വരുന്നുണ്ട് എന്ന്, മദീനയിൽ നിന്ന് കത്ത് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അംർ ഇബ്നുൽ ആസിക്ക് കിട്ടി. അപ്പോൾ അംർ ഇബ്നുൽ ആസി ഊഹിച്ചു, ഉമർ മിക്കവാറും കത്തിലെ മദീനയിലേക്ക് അല്ല ഈജിപ്തിലേക്ക് പോകണ്ട, മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും കത്തിലുണ്ടാവുക എന്നിങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സാധാരണ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. മദീനയിൽ നിന്ന് കുതിരപ്പുറത്ത് കത്തുമായി വരുന്ന ദൂതൻ ഒരു രാത്രി ഒരു സ്ഥലത്തെത്തിയാൽ അവർ പറയും, ഇന്ന് രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഈ വഴിക്കാ പോയത് എന്ന് പറയും. അപ്പോൾ പിറ്റേന്ന് രാവിലെ അയാൾ ആ വഴിക്ക് കുതിരയെ ഓടിക്കും. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ കണ്ടിരുന്നു, പിന്നെ ഈ ഏരിയയിൽ കാണുന്നില്ല. ഇങ്ങനെ മാറി സഞ്ചരിച്ചു. അങ്ങനെ ഈജിപ്തിൽ താൻ പ്രവേശിച്ചിട്ടുണ്ട് തൻ്റെ പട്ടാളം എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടപ്പോൾ അവരെ പട്ടാളത്തെ അവൻ നിർത്തി. അപ്പോഴത്തിന് ആരും വന്ന് ദൂതനും പറഞ്ഞു. അപ്പോൾ ദൂതൻ വന്നപ്പോൾ എല്ലാവരും വിളിച്ചുകൂട്ടി കത്ത് തുറക്കുന്നതാണ്. ഭയങ്കര വിളവനാണ് ആര്? അങ്ങനെ കത്ത് തുറന്നു. കത്ത് തുറന്നപ്പോൾ പറഞ്ഞു, അംറേ, ഇപ്പോൾ നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിക്കേണ്ടതില്ല, മടങ്ങണമെന്നാണ് നമ്മൾ പട്ടാളം ക്ഷീണിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായം. എന്നാൽ നിങ്ങൾ ഈജിപ്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫതവക്കൽ, അള്ളാഹിൻ്റെ നിശ്ചയമായിരിക്കും, ഫതവക്കൽ അലല്ലാഹ്, മുന്നോട്ട് പോയിക്കോ, അള്ളാഹിനല്ലാതെ നമുക്കൊരാളെ പേടിക്കേണ്ടയില്ല എന്ന്. അപ്പോൾ വേഗം നാട്ടുകാരെ വിളിച്ചുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ദൂതനെ കത്ത് കൊണ്ടുവന്ന ആളെ അവിടെ നിർത്തിയിട്ട് നാട്ടുകാരെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ വന്നു. അപ്പോൾ പറഞ്ഞു, അയ്യ സുൽത്താനത്തിൻ, ഈ മണ്ണ് ആരധികാരത്തിലാണെന്ന്. അപ്പോൾ പറഞ്ഞു, മിൻ മസർ, ഇത് ബീജിൽപ്പെട്ട ആളാണോ? ആര്? നാട്ടുകാർ വന്നു. അപ്പോൾ പിന്നെ ദൂതൻ്റെ കയ്യിൽ കൊടുത്തു, കത്ത് കൊടുത്തു. ഞങ്ങൾ നിങ്ങളെ കത്ത് എത്തിയപ്പോൾ ദൗർഭാഗ്യകരം, ഞങ്ങൾ ഇത്, അതുകൊണ്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. അത് ഹിജ്റ 21 അതിൽ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചടക്കി. ഭയങ്കരമാണ്. ചാവേർ ആക്രമണത്തിനൊക്കെ തെളിവ് ഈ സംഭവമാണ്. ഏത്? ഈജിപ്തിലെ കോട്ട പിടിച്ചടക്കുന്ന കാര്യത്തിൽ ചാവേർ ആക്രമണം നടത്തിയിട്ടുണ്ട് സ്വഹാബികൾ. അതായത് മരണം ഉറപ്പായിട്ട്, മനസ്സിലായില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ മരണം ഉറപ്പില്ല, അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. മറ്റൊരു മരിക്കുമെന്ന് ഉറപ്പുള്ള ചില പണികൾ ചെയ്തിട്ടുണ്ട് സ്വഹാബികൾ. അതാണ് ഇന്ന് ചില ചാവേറിന് തെളിവായിട്ട് ചില സംഘടനകൾ പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചാവേറിന് തെളിവായിട്ട് ചില സംഘടനകൾ ഇതിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അത് അനവസരത്തിലെ ഉദ്ധരിക്കലാണ്. അതിന് വ്യക്തമായ തെളിവ് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. ഇതല്ല സംഭവം. ഇന്നത്തെ ചാവേറാക്രമണവും ഇതിനോട് കമ്പയർ ചെയ്യാവുന്ന ഒരു സംഗതിയോ അല്ലാതെ വേറെ വിഷയമൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. ഏതായാലും ആ സംഭവത്തിൽ ഹിജ്റ 21 പിടിച്ചടക്കി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വഴിപ്പെട്ടു. അന്നൊരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ഞാൻ അത് പറയാനല്ല, പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ വന്നപ്പോൾ പറഞ്ഞു പോയതാ. അന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, കൊല്ലത്തിൽ ഒരിക്കൽ നൈൽ നദിയിലേക്ക് കുർബാൻ നടത്തും. നൈൽ നദിയിലെ വെള്ളം ഒരാഴ്ച കട്ടയായി കിടക്കും. ജലസേചനം നടക്കൂല, ഒന്നും നടക്കൂല. ഒരു പ്രത്യേകമായ ഋതുവിൽ നൈൽ നദി ഒഴുകൂല. അന്ന് അവർ അജ്ഞാന കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യം, സർവാഭരണ വിഭൂഷിതയായ ഒരു കന്യകയായ പെണ്ണിനെ അവർ കുർബാനായി അറുത്തിട്ട് നൈൽ നദിയുടെ മാറിലേക്ക് വലിച്ചെറിയും. അതായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ അതാണ് റോമക്കാരുടെയും വിശ്വാസം. അങ്ങനെയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പിടിച്ചടക്കിയത്. അന്ന് നൈൽ നദി അനങ്ങാത്ത കാലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നാട്ടുകാർ വന്നിട്ട്. അപ്പോൾ പറഞ്ഞു, തീരുമാനം പറയേണ്ട ആൾ ഞാനല്ല, എൻ്റെ ഖലീഫയാണ്. ആര്? കത്തയക്കട്ടെ. കത്തയച്ചു. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കത്ത് തിരിച്ചയച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. ലോക ചരിത്രമാണ് ഈ കത്ത്. ലോക ചരിത്രത്തിൽപ്പെട്ട ഒരു സംഭവം. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്.
കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നേതാവായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി ഒരിക്കൽ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഇത് പ്രസംഗിച്ചിട്ട് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പഴയ റിപ്പോർട്ട്, മനസ്സിലായില്ല. അതായത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന് വഴിപ്പെട്ട നൈൽ നദി വഴിപ്പെട്ട സംഭവം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച ഒരു ഭാഗം ചന്ദ്രിക എടുത്തു കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിത് പറയാൻ കാരണം, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ അംഗീകരിക്കുന്ന ചരിത്രമാണിത്. മനസ്സിലായില്ലേ? ഇത്തരം ചില കാര്യങ്ങളെ പോലും നിഷേധിക്കുന്ന വിഭാഗങ്ങൾ പോലും അംഗീകരിക്കുന്ന സംഭവം, ചരിത്ര സംഭവം. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത്, എന്താ കത്ത്? അംറേ, നീ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചിട്ട് ജുമാക്ക് വന്ന ആളുകളെയും കൊണ്ടുപോയി നൈൽ നദിക്കരയിൽ നിൽക്കുക. എന്നിട്ട് എന്റെ ഈ കത്ത് നൈൽ നദിയിലേക്ക് ബിസ്മി ചൊല്ലി എറിയിട്ട് തിരിഞ്ഞു വന്നാലേ പിറ്റേന്ന് ഒഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ നൈൽ നദിയിലെ വെള്ളത്തിന്റെ ആവശ്യമില്ല. അള്ളാന്റെ കൽപ്പനക്ക് ഒഴുകാത്തതായിരിക്കും. കത്ത് തുറന്നു നോക്കുമ്പോ എന്താ കത്ത്? നെയ്ലേ യാ നെയ്ലു ഇൻ കുൻത തജ്രി ബി അംരില്ലാഹ് ഫഅജ്രി അന ഖലീഫത്തുല്ലാഹി ഫിൽ അർദ് വഇൻ കുൻത തജ്രി ബി അംരിക ഫലാ ഹാജത ലനാ ഇലൈക. നൈൽ നദിയെ അള്ളാന്റെ താല്പര്യത്തിന് ഒഴുകുന്ന നദിയാണെങ്കിൽ ഞങ്ങൾ മുത്തറസൂലുള്ളാഹിയുടെ അനുയായികൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖിലാഫത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ, മര്യാദക്ക് ഒഴുകിക്കോ. അതല്ല, നിനക്ക് അള്ളാന്റെ റസൂലിന്റെ ഒന്നും കൽപ്പനയും അവരെ ഖലീഫമാരെ കൽപ്പനയും വഴിപ്പെടേണ്ടതില്ല. അള്ളാന്റെ റസൂലിന്റെ ഖലീഫയെ വില വെക്കുന്ന സ്വഭാവം നൈൽ നദി നിനക്കില്ലേ? ഫലാ ഹാജത ലനാ ഇലൈക, പിന്നെ നിന്റെ വെള്ളം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ പുരുഷാരത്തെ ഹിജ്റ 21 നിസ്കാരം കഴിഞ്ഞിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈ കത്തും കൊണ്ടുപോയി നൈൽ നദിക്കരയിൽ നിന്നിട്ട് ബിസ്മിൻ ചെന്ന് നൈൽ നദിയിലേക്ക് കത്ത് എറിഞ്ഞിട്ട് തിരിച്ചു വന്നു. വെള്ളം ഉയർന്നു. പിറ്റേന്ന് നിന്ന സ്ഥാനത്ത് നിന്ന് 6 മുഴത്തോളം വെള്ളം. പിറ്റേന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ 7 മുഴ ഉയർന്നിട്ടുണ്ട്. വെള്ളപ്പഴ ഉയര ഐസ് എന്തായി? ആ ഉരുകി അങ്ങോട്ട് ഒലിച്ച് ഒറ്റക്കത്ത്. ആരുടെ കത്ത്? മഹാനായ ഖലീഫത്തു റസൂലില്ലാഹ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതാണ് ഖിലാഫത്തു റസൂൽ. ആരോടുണ്ട്? അപ്പൊ റസൂൽ ആരാ? അതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത് ഇന്ന് നമ്മൾ ഞാനിത് പറയാനുള്ള കാര്യം, അതിൻ്റെ ഇടയ്ക്കൊരു വാക്ക് ഞാൻ കയറ്റിയത്, വെളിയങ്കോട് ഉമർ മൗലവി പോലും ഈ ചരിത്ര സംഭവം സത്യമാണെന്ന് കോഴിക്കോട് കടപ്പുറത്തിൽ ലീഗിന്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ട് ചന്ദ്രിക ഒരിക്കൽ അത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ചന്ദ്രിക അത് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ ഫയലൊക്കെ എടുത്ത് നോക്കിയാൽ അത് കിട്ടും. നമ്മൾ ചിന്തിക്കണം, ഇത് ലോകം അംഗീകരിക്കുന്ന ഒരു ചരിത്രമാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഖിലാഫത്തും അള്ളാന്റെ ഹബീബിന്റെ അനുയായികളുടെ മഹത്വം ഇത്രയാണെങ്കിൽ അള്ളാന്റെ ഹബീബ് ആരാ? അതുകൊണ്ട് ആ ഹബീബിനെ മനസ്സിലാക്കാൻ ഒരാൾക്കും കഴിയൂല. അതിന് പറ്റിയ ഒരാളില്ല. അതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. നോക്കുക എല്ലാ സൃഷ്ടികളും അശക്തരായിരിക്കുന്നു. വൈത്തിലേക്ക് വരിയിലേക്ക് നോക്ക്. വരിയിലേക്ക് ബുർദയുടെ ഓരോ വരിയും അത്ഭുതകരമാണ്, ഭയങ്കര അത്ഭുത. സൃഷ്ടികൾ അശക്തരായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉൾപ്പൊരുളിനെ മനസ്സിലാക്കാൻ അയൽവറ സൃഷ്ടികൾ അശക്തരായിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉൾപ്പൊരുളിനെ മനസ്സിലാക്കുക എന്ന കാര്യം സൃഷ്ടികളെ മുഴുവൻ അശക്തരാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. പിന്നെ കാണപ്പെടുകയേ ഇല്ല. ഇങ്ങനെ പിടിക്കണ്ട. ഇങ്ങനെ മുക്കറമായ ഒരു പുസ്തകം ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നോവൽ പോലും ഇങ്ങനെ പിടിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ
ഞാൻ വായിക്കുന്നൊരു പുസ്തകം ഞാൻ അങ്ങനെ പിടിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നോവൽ വായിച്ചിട്ട് പോലും അങ്ങനെ പിടിക്കില്ല. അതിനും ഒരു വിവരമുണ്ട്. വിവരമുള്ള പുസ്തകം, വിവരത്തിന് വേണ്ടി അള്ളാഹ് മനുഷ്യന് തന്ന വിവരത്തിൽ നിന്ന് ഒരു പുസ്തകം എങ്ങനെ പിടിക്കൽ? ആ വിജ്ഞാനത്തിനെ നിന്ദിക്കലാണ്. നിങ്ങൾ ഇങ്ങനെ അല്ലാതെ പിടിക്കണം ഞാൻ കാണില്ല. നിങ്ങൾക്ക് എൻ്റെ ബന്ധമില്ലായ്മ വന്നുപോയി മനുഷ്യന്മാർ. ഇതെന്താ ഉള്ളി മല്ലി ഗോതമ്പ് എഴുതിയ ലീസ്റ്റ? ഇതാ ഒരു പുസ്തകം, അതൊരു കണക്കിന്റെ പുസ്തകമാണെങ്കിൽ പിടിക്കാം. ഇത് വിവരല്ലേ? ഒരു വിവരമുള്ള പുസ്തകം എങ്ങനെ മടക്കി പിടിക്കണം? എന്താ അത് ഇങ്ങനെ പിടിച്ചാൽ? നിനക്ക് 2 കയ്യിൽ എന്താ ഇങ്ങനെ പിടിച്ചാൽ? ഇതേതാ പുസ്തകം? അൽക്കഫ് ഇങ്ങനെ പിടിച്ചോൽക്ക് ആ അൽക്കഫ് കൊണ്ട് കുറ്റല്ലാതൊന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച അൽക്കഫ് ഇങ്ങനെ മടക്കി പിടിച്ചു പോകുന്ന ഞാൻ കാണും. എന്താ ഈ വിചാരിച്ച്? ബഗ്ദാദ് പട്ടണത്തിൽ നിന്ന് ഖുർആൻ പകർത്തി എഴുതാനുള്ള താളിയോലകൾ വരുത്തി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എഴുതിയിട്ടില്ല. ആ രാത്രി അവിടെ ഉറങ്ങാൻ കിടന്നിട്ട് ഷാഫിഈ ഇമാമിന് ഉറക്കം വന്നില്ല. എന്തുകൊണ്ട്? നാളെ ഖുർആൻ പകർത്തി എഴുതേണ്ട താളിയോലകൾ ഇന്ന് ആ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനമുള്ളത് കൊണ്ടാണല്ലോ അള്ളാഹ് ഇതിനെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ മുറിയിൽ ഉറങ്ങണ്ടെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി കിടന്ന ഇമാം ശാഫിഈ. അവരാണ് ലോകത്ത് വിജ്ഞാനം നടക്കുന്ന ഷാഫി. അദബില്ലാത്തവർക്ക് ഒന്നും കിട്ടൂല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുസ്തകം മടക്കി പിടിച്ചില്ല. എൻ്റെ ജീവിതത്തിലില്ല. അതിൻ്റെ അലമാരയിൽ വന്നിങ്ങനെ നോക്കിയ പുസ്തകം വെച്ച അലമാരയിൽ വന്ന് നോക്കിയാൽ അറിയാം ഇത് ഞാനല്ലാത്തവർ വായിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളതിന് തെളിവൊറ്റ നോട്ടത്തിൽ കിട്ടും. അതിൽ ഈ ഭാഗത്തും സൈഡിനൊക്കെ മടക്കും ചുളിവുണ്ടെങ്കിൽ ഉറപ്പിക്കാം. പറയേ അത് വേറുള്ളൊരു വശമുണ്ടോ? അതിലൊരു ചുളിവില്ലേ? ഉറപ്പിക്കാൻ ഞാൻ വായിച്ചാണ്. അത് സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നോവൽ പോലും അങ്ങനെ ഒരിക്കലില്ല. അതിലും ഒരു വിവരമുണ്ട്. അതും മനുഷ്യന് ഉപകാരമുള്ള ചില വിവരം. എല്ലാ പൈങ്കിളി നോവലിനെ പറ്റിയല്ല ഞാൻ പറയണത്. മനുഷ്യർക്ക് ചില മെസ്സേജുകൾ കഥകളിലൂടെ വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതിലും മനുഷ്യർക്ക് ചില സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനൊന്നും നിന്ദിക്കാൻ പാടില്ല. അതിലും വിവരമുണ്ട്. ഇത് നോവലല്ല. ഇത് മുത്ത് റസൂലുള്ളാഹിന്റെ പുണ്യ റസൂലുള്ളാഹി തങ്ങൾ അവദാനാണ്. അതൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പിടിക്കരുത്. സൃഷ്ടികളെ മുഴുവനും അശക്തരാക്കിയിരിക്കുന്നു. പുണ്യ റസൂലിന്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കുക എന്ന കാര്യം ഒരാൾക്കും കഴിയുന്നില്ല. പിന്നെ എന്നിരിക്കുമ്പോൾ കാണപ്പെടുകയേയില്ല. ഫിൽ ഖുർബി അടുത്തതിലും വൽ ബുഅദി അകൽച്ചയിലും ഫീഹി നബിയുടെ കാര്യത്തിൽ അശക്തരയല്ലാതെ നബിയെ പഠിക്കാൻ പോയിട്ട് പഠിക്കാൻ കഴിയുന്നവരാ ഇന്ന് വരെ പഠിച്ച ഒരാൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരാൾക്കും മുത്തുനബിയെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിന്തിക്കുക. ഒരാള് ഭാര്യയെ ശാരീരിക ബന്ധം പുലർത്തിയിട്ട് ഭാര്യയുടെ അടിവയറ്റിൻ്റെ താഴ്ഭാഗത്ത് തൻ്റെ കൈ വെക്കുക. ആൺകുട്ടികൾ ആവശ്യമുള്ളവർക്ക് മുജറബാണ്. എത്രയോ ആളുകൾക്ക് മുജറബാണ്. മനസ്സിലായില്ല. എണീറ്റിക്ക് ഒരാൾ എണീക്കും. മനുഷ്യന്മാർ അക്രബമായ ഗുലാമൻ. മിക്കവാറും അത് ആൺകുട്ടിയായിരിക്കും. മിക്കവാറും എന്ന് പറയുന്നത് നിങ്ങളോടായതുകൊണ്ടാണ്. മനസ്സിലായില്ല. കിതാബിലുള്ളത് ആൺകുട്ടിയായിരിക്കുന്നതാണ്. മനസ്സിലായില്ല. നിന്റെ ഉള്ളിൽ എൻ്റെ ബീജത്തെ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. മുഹമ്മദ, ഇപ്പോൾ തന്നെ ഞാൻ അതിന് മുഹമ്മദ് എന്ന് പേരും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി ആരാകും? ആണാകും. മുഹമ്മദ് എന്ന് ശാരീരിക ബന്ധത്തിന് ശേഷം അടിവയറ്റിൻ്റെ വലത് ഭാഗത്ത്, മനസ്സിലായില്ലേ? അടിവയറ്റിൻ്റെ വലത് ഭാഗത്ത് പുരുഷൻ തൻ്റെ വലത്തെ കൈയെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നിന്റെ ഉള്ളിൽ എൻ്റെ ബീജത്തെ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഫസമ്മൈതുഹു മുഹമ്മദ, ആ കുട്ടിക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അക്രമമായ ഗുലാമൻ, മിക്കവാറും ആൺകുട്ടിയായിരിക്കും. മുജറബാത്തിലുള്ളതാണ്. എത്രയോ പരീക്ഷിക്കപ്പെട്ടതാണ്. ഇത് സത്യമാണ്. മുഹമ്മദിന്റെ പ്രത്യേകതയാണ് മുഹമ്മദ്. പിന്നെ ആ കുട്ടിക്ക് എന്തും ആവും വേണം. പിന്നെ ആ കുട്ടിക്ക് പേര് എന്താവും വേണം. പിന്നെ മുഹമ്മദ് പേരും വെക്കണം. മുഹമ്മദ് എന്ന് പേര് വെക്കണം.
ആ പേര് പോലും ഭയങ്കരല്ലേ. ഞാൻ മുമ്പ് ഒരിക്കൽ ആ പേരിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. മുഹമ്മദ് മുഹമ്മദ് അള്ളാഹ് റസൂലിന്റെ പേര് കൊണ്ടല്ലേ ഖുർആൻ തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന് രണ്ട് സിഫത്താണ് അവിടെ, റഹ്മാനും റഹീമും. റഹ്മാന്റെ ക്രിയാധാതു റഹ്മത്താണ്, റഹീമിന്റെ ക്രിയാധാതുവും റഹ്മത്താണ്. ബിസ്മിൽ ഒരു തവണ അള്ളാഹുവും രണ്ട് തവണ റഹ്മത്തുമാണ്. റഹ്മത്ത് ഇസ്മുൻ ഖാസത്തുൽ ലി മുഹമ്മദാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹിനെ ഒരു വട്ടം പറഞ്ഞപ്പോൾ മുഹമ്മദിനെ രണ്ടു വട്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ് അള്ളാഹു ഫർദാണ്, മുഹമ്മദ് സൗജാണ്. അള്ളാഹു ഏകനാണ്, മറ്റേ സൃഷ്ടിയാണ്, സൃഷ്ടി രണ്ടാണ്. റഹ്മത്ത് പിന്നെയും ആവർത്തിച്ചു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി രണ്ടു വട്ടം പറഞ്ഞു. എന്ത്? റഹ്മാന്റെ ഉള്ളിലും റഹ്മത്താണ്, റഹീമിന്റെ ഉള്ളിലും റഹ്മത്താണ്. റഹ്മത്ത് ഇസ്മുൻ ഖാസുൽ ലി മുഹമ്മദാണ്. മുഹമ്മദിന് അല്ലാഹു തആല ഖുർആനിൽ വെച്ച ഏറ്റവും പ്രത്യേകമായ പേര് റഹ്മത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്ത്. ശരി, അപ്പൊ ഒരു കൂട്ടുകാർ പറയും ഞങ്ങൾ ബിസ്മി അംഗീകരിക്കാത്ത കൂട്ടുകാരാണെന്ന് പറഞ്ഞോളൂ. എന്നാ അവൻ എന്തുകൊണ്ട് തുടങ്ങല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ തുടങ്ങിയാലും മുഹമ്മദിന്റെ പേരാ. അൽഹംദു എന്ന് പറഞ്ഞ വാക്കിൽ ഹംദിൽ മീം കൊടുത്താൽ മുഹമ്മദായി. തിരിഞ്ഞില്ല, മനസ്സിലായില്ല. ഹംദിൽ ഓറങ്ങല്ലടാ, മനസ്സിലായില്ല. ഏത് സുന്നിക്കും മുജാഹിദിനും ഒഴിവാക്കാൻ പറ്റില്ല. ഒരു കൂട്ടർ ബിസ്മി ഒഴിവാക്കാൻ തീരുമാനിച്ചാലും അവർക്കും ആദ്യത്തെ ആളാർ തന്നെയാ മുഹമ്മദ. മറ്റത് റഹ്മത്ത് കൊണ്ട് തുടങ്ങി, ഇത് ഹംദ് കൊണ്ട് തുടങ്ങി. ഹംദിൽ മീം കൊടുത്താൽ പറയണ കുട്ടി, ഹംദിൽ മീം കൊടുത്താൽ മുഹമ്മദായി. മുഹമ്മദിന്റെ ക്രിയാധാതുവാണല്ലോ എന്ത്? ഹംദ്. മുഹമ്മദ ഹംദാണ് അസ്ലും. കാരണം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരാണ്, അഹ്മദ് റസൂലുള്ളാഹിയുടെ പേരാണ്. അപ്പൊ രണ്ടിന്റെയും ഇടയിലുള്ളത് എന്താണ്? ഹംദാണ്. അപ്പൊ ഒറിജിനൽ പേര് ഹംദാണ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരാണ്, പറയണ കുട്ടിയെ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരാണ്, അഹ്മദ് റസൂലുള്ളാഹിയുടെ പേരാണ്. രണ്ടിന്റെയും ഉള്ളിലുള്ളത് ഹംദാണ്. ഹംദാണ് ഒറിജിനൽ പേര്. അതുകൊണ്ടാണ് ഖുർആൻ തുടങ്ങിയത്. ബിസ്മി നോക്കിയാലും റസൂലുള്ളാഹിനെ കൊണ്ട് തുടങ്ങിയതാണ്. ഹംദ് നോക്കിയ റസൂലുള്ളാഹിനെ തുടങ്ങിയത്. അതാ മുഹമ്മദ്. അത് നമുക്ക് മനസ്സിലാവില്ല, അതൊരിക്കലും കാരണം വിവരമില്ലാത്ത നമുക്ക് എന്ത് മനസ്സിലാവും? വിവരം എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലില്ലല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാവും? നമ്മൾ പറഞ്ഞല്ലോ വിവരത്തിനെ പറ്റി, നമുക്കറിയൂല. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമുക്ക് വിവരമില്ലാന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വിവരമില്ലാന്ന് തിരിച്ചറിഞ്ഞു നോക്കുക, അവനും ബർക്കത്തുണ്ടാവും. വിവരമില്ലാന്നൊരു തിരിച്ചറിവ്, വിവരമേ ഇല്ല, നമുക്കത് അറിയൂല. അള്ളാഹു നമുക്ക് അവൻ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. അത്ര മതിന് അത്രേ ഉള്ളൂ. നമുക്കതിനെ പറ്റി അറിയൂല, നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ അറിയൂല, പുണ്യ മുഹമ്മദ് മുസ്തഫ അറിയൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂലുള്ളാഹിനെ അറിയൂല, പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയൂല. മാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അംഫാൽ 33-ാമത്തെ ആയത്ത്. സ്വലാത്ത് ചൊല്ലുന്ന ജനതയെ അല്ലാഹു ശിക്ഷിക്കൂല, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരെയും അല്ലാഹു ശിക്ഷിക്കൂല. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു ഒറ്റക്കാണ്, സ്വലാത്ത് മുഹമ്മദ് നബിക്കാണ്. എന്നിട്ട് മുഖദ്ദം മുഹമ്മദാണ്. തിരിഞ്ഞതില്ല. നിങ്ങൾ ഇവിടെ സ്ഥലത്തുമില്ല. നിങ്ങൾ ആദ്യം സ്ഥലത്തുണ്ടോന്ന് പറയാം. ഈ ആയത്ത് എന്താ ആദ്യം പറഞ്ഞത്? ഇസ്തിഗ്ഫാർ അള്ളാഹ് ഒറ്റക്കാണ്, സ്വലാത്ത് മുഹമ്മദ് നബിക്കാണ്, അല്ലെ? അങ്ങനെയല്ലേ ആയത്തിൽ പറഞ്ഞത്? സ്വലാത്ത് ചെല്ലുന്ന ജനതയെയും അള്ളാഹ് ശിക്ഷിക്കൂല, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ജനതയെയും അള്ളാഹു ശിക്ഷിക്കൂല എന്നാണ് ആദ്യം പറഞ്ഞ സ്വലാത്താണ്. പിന്നെ ഇസ്തിഗ്ഫാർ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയെ, അങ്ങൊരു ജനതയിലുണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷയില്ല. അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുമെങ്കിലും ആ ജനതക്ക് ശിക്ഷയില്ല. സ്വലാത്ത് മുഖദ്ദിം. ഇസ്തിഗ്ഫാർ പോലും മഖബൂലാകണമെങ്കിൽ സ്വലാത്ത് വേണം. ബൈന സ്വലാത്തിന് മഖബൂലുൻ. രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ എന്ത് മഖബൂല? മുമ്പ് ഞങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? രണ്ട് സ്വലാത്തിന്റെ ഉള്ളിൽ ഒരാൾ അള്ളാഹിനോട് ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും, തട്ടൂല. കാരണം അപ്പുറത്ത് മുഹമ്മദ് ഉണ്ട്, ഇപ്പുറത്ത് മുഹമ്മദ് ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈന സ്വലാത്തിന് മഖബൂലുൻ. രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ എന്ത് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും. അപ്പൊ എന്താണ് ഈ പുണ്യ റസൂലായ? അറിയില്ല.
പുണ്യ റസൂലുള്ളാഹിനെ അറിയൂല, പുണ്യ മുഹമ്മദ് മുസ്തഫ അറിയൂല, റസൂലുള്ളാഹിനെ നമുക്ക് അറിയൂല. അയൽ വറാ ഫഹ്മുമാ നാഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഹിമി കശംസി തൽഹാറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകിൽ ലുത്റഫ മിൻ അമാമി കശംസി സൂര്യനെ പോലെ അത് പ്രത്യക്ഷമാവുക, മനുഷ്യന്റെ രണ്ട് നേത്രങ്ങൾക്ക് അത് പ്രത്യക്ഷമാവുക, മിൻബുഅദിൻ അകലത്ത് നിന്നും, സഗീറതൻ ചെറുതായിട്ടാണ്. ദൂരെ നോക്കുന്നവർക്ക് സൂര്യൻ ചെറുതാണ്. എന്നാൽ ദൃഷ്ടിയെ പൂർണ്ണമായി അശക്തമാക്കി കളയും. അടുത്ത് നോക്കുന്ന കാര്യത്തിലും അടുത്ത് നോക്കാനോട് കഴിയൂല, ദൂരെ നോക്കിയാൽ യാഥാർത്ഥ്യം ബോധ്യപ്പെടില്ല. പിന്നെന്താ നിങ്ങൾ ഇവിടെ ഇല്ല, മനസ്സിലായില്ല. സൂര്യനോട് അടുത്ത് അതിനെ നോക്കാൻ കഴിയില്ല, അകന്ന് നോക്കിയാലോ. പകൽ വരുന്ന സൂര്യനും രാത്രി വരുന്ന ചന്ദ്രനും നമ്മളെ ദൃഷ്ടിയിൽ ഒരുപോലെ. മനസ്സിലായില്ല, നല്ലോണം ചിന്തിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ നല്ല ഉഷാറിലിരിക്കുക. മനസ്സിലായില്ല, നിങ്ങൾക്ക് എന്നോണം ചിന്തിക്കണം കേട്ടാ. പകൽ വരുന്ന സൂര്യനും രാത്രി വരുന്ന ചന്ദ്രനും മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒരേ വലിപ്പമുള്ള രണ്ട് ഗോളങ്ങളാണ്. എന്താ അങ്ങനെ സംഭവിച്ചു? ഇത് രണ്ടിനിടയിലുള്ള ദൂരവ്യത്യാസം. ഇതിനും വെളിച്ചുണ്ട്, അതിനും വെളിച്ചുണ്ട്. ഇതേ മനുഷ്യൻ ഇത്. സൂര്യൻ പോയാൽ ആരുണ്ടല്ലോ? ചന്ദ്രൻ ഉണ്ടല്ലോ. അത്രയും കണക്കാക്കും. സത്യത്തിൽ ചന്ദ്രനേക്കാൾ 400 ഇരട്ടി വലിപ്പമുണ്ട്. എന്തിന്? സൂര്യന് 400 ഇരട്ടി വലിപ്പമാണ് അതിനേക്കാൾ എന്തിനുള്ളത്? സൂര്യനുള്ളത്. നിങ്ങൾ ചിന്തിക്കും. എന്നാണല്ലോ നോക്കുക, അങ്ങനെയാണ്. നാം അത് വളരെ നിസ്സാരമായിട്ട് എന്തുകൊണ്ട് അകലാണ്? കശംസി സൂര്യനെ പോലെ തൽഹറു അത് പ്രത്യക്ഷമാവുക. മനുഷ്യന്റെ രണ്ട് നേത്രങ്ങൾക്കും സൂര്യൻ പ്രത്യക്ഷമാവുക, മിൻബുഅദിൻ അകലെ നിന്നും, സഗീറതൻ ചെറുതായിട്ടാണ്. കണ്ണിനെ ചടപ്പിച്ച് കളയുകയും ചെയ്യും. മിന്നമമേ മുന്നിൽ നിന്ന് നോക്കുന്ന കാര്യത്തിൽ മുന്നിൽ നോക്കാൻ കഴിയില്ല, ദൃഷ്ടിക്ക് കഴിയില്ല. അകലെ നോക്കിയാൽ ചെറുതാണ് കിട്ടും തോന്നും. അപ്പോൾ സൂര്യനെ യഥാർത്ഥത്തിൽ നമ്മളെപ്പോലത്തെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. പിന്നെ ഉപകരണങ്ങൾ വെച്ച് നോക്കണം. ഉപകരണത്തിന് ഒരു പരിധി ഉണ്ടാവും, അതും കഴിയില്ല. അപ്പൊ ചുരുക്കത്തിൽ മനസ്സിലാക്കലാണ് എന്ത്? നമ്മൾ വിചാരിച്ചതിലൊക്കെ എത്രയോ അപ്പുറമാണ് എന്ത്? സൂര്യൻ. കഴിയില്ല. സൂര്യൻ എന്നാൽ ഒന്നും അല്ലല്ലോ. പുണ്യ റസൂലുള്ളാഹിയിലേക്ക് സൂര്യൻ ഒന്നും അല്ലല്ലോ. സൂര്യനെ തടഞ്ഞു നിർത്തിയ ഒരു നബിയെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? യൂഷാ നബി സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ആ യൂഷാ എന്നത് ഒരു ഉലുൽ അസ്മ പോലും അല്ല. സയ്യിദുനാ യൂഷാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കിതാബ് കൊടുത്ത നബിയുമല്ല. ആ യൂഷാ പോലും സൂര്യനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നത് പോലെ യൂഷാ സൂര്യനെ കൊണ്ട് കളിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അത് കളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി കളിച്ചു എന്നല്ല, അതായത് അത് പറഞ്ഞപ്പോൾ നിന്നു, പറഞ്ഞപ്പോൾ പോയി. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കും. അരിഹ പട്ടണം പിടിച്ചടക്കാൻ വേണ്ടി, ലോകത്തെ ഓൾഡസ്റ്റ് സിറ്റിയാണ് അരിഹ പട്ടണം. അരിഹ പട്ടണം പിടിച്ചടക്കാൻ വേണ്ടി യൂഷാ തൻ്റെ കൈ കൊണ്ട് ചൂണ്ടിയിട്ട് സൂര്യനെ നിർത്തിയ സംഭവമുണ്ട്. എന്തിനു വേണ്ടി? അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആ യൂഷാ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ നബിയിലേക്ക് ചേർത്തിയ ഒന്നുമല്ല. അപ്പോൾ പിന്നെ നബിയെ സൂര്യനോട് പോലും ഉപമിക്കുന്നത്, നബിക്ക് ഉപമിക്കാൻ പറ്റിയ ഒരു സാധനം സൂര്യനല്ല. പിന്നെന്താ? ഉപമിക്കാൻ പറ്റിയ ഒരു സാധനം ഭൂമിയിൽ ഇല്ല. പിന്നെന്ത് ചെയ്യും എന്ന് നോക്കിക്കോളൂ. അവസാനിപ്പിക്കാം. صغيرة وتكل للطرف من أمام مولا يصلي وسلم دائما أبدا حبيبك خير